New Vistas, Kairali News Webinar, presented by UAQ Free Zone is a great choice for startups, SMEs and large industries. Visit us now. Co-presented by Fast Business Services, your company formation experts in Dubai. Banking Partner, Federal Bank, your perfect banking partner. Technology Partner, Tomshire Technologies, leading web development and digital marketing company. നമസ്കാരം, എല്ലാവർക്കും കൈരളി ന്യൂസ് ഒരുക്കുന്ന വെബിനാറിലേക്ക് സ്വാഗതം. അവസരങ്ങളുടെ അക്ഷയഖനിയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഏതൊരാൾക്കും ബിസിനസ് സംരംഭം കെട്ടിപ്പടുക്കാൻ അനുയോജ്യമായ മണ്ണാണ് ഗൾഫ് രാജ്യങ്ങൾ എന്ന് പതിറ്റാണ്ടുകളായി നമ്മൾ മലയാളികൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഗൾഫിലെ വാണിജ്യ നിക്ഷേപ രംഗത്തെ, വ്യവസായ രംഗത്ത് ഇനിയും ഒട്ടേറെ സാധ്യതകളുണ്ട്. കോവിഡ് മഹാമാരി കാലത്തും ഉലയാതെ നിന്ന, പ്രതിസന്ധികളിൽ തളരാതെ നിന്ന ഗൾഫ് രാജ്യങ്ങളിലെ നിക്ഷേപ അവസരങ്ങൾ പരിചയപ്പെടുത്തുന്നതിനാണ് 2 പതിറ്റാണ്ടായി ഗൾഫിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന കൈരളി ന്യൂസ്, കൈരളി TV ഈ വെബിനാർ സംഘടിപ്പിക്കുന്നത്. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രധാനമായും 4 പ്രബന്ധങ്ങളാണ് ഈ സെമിനാറിൽ ഉള്ളത്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട രാജ്യസഭാംഗവും കൈരളി TV മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ജോൺ ബ്രിട്ടാസ് ആണ്. അദ്ദേഹത്തിന് ഔപചാരികതയുടെ പേരിൽ ഞാൻ സ്വാഗതം പറയുന്നു. വളരെ പ്രഗത്ഭരായ സാമ്പത്തിക വിദഗ്ധർ നമ്മോട് കൂടിയുണ്ട്. UAE നിന്ന് ശ്രീ ജെയിംസ് മാത്യു പങ്കെടുക്കുന്നു. സൗദി അറേബ്യയിൽ നിന്ന് ശ്രീ അഹമ്മദ് കബീർ പങ്കെടുക്കുന്നു. ഖത്തറിൽ നിന്ന് കുര്യൻ വി കുര്യാക്കോസ് പങ്കെടുക്കുന്നു. ഒപ്പം ഉമ്മുൽ ഖൈൻ ഫ്രീ സോണിന്റെ ജനറൽ മാനേജറായ ജോൺസൺ വി ജോർജ് പങ്കെടുക്കുന്നു. ഫെഡറൽ ബാങ്കിന്റെ ഓപ്പറേഷണൽ ഹെഡ് ബിനു തോമസ് ഈ വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ അരവിന്ദ് കാർത്തികേയനെ കൂടി ഈ വെബിനാറിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിരവധി പേർ വലിയ സഹായവുമായി, പിന്തുണയുമായി കൈരളി ന്യൂസിനെ ഈ വെബിനാർ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. അവരെ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. പ്രധാനമായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഫെഡറൽ ബാങ്കിന്റെ പ്രതിനിധികൾക്ക് ഈ അവസരത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ UAE ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ബിസിനസ് സർവീസിന്റെ സാരഥി മാനേജിംഗ് ഡയറക്ടർ ഗഫൂർ ഷാസ്, അതുപോലെ തന്നെ സാങ്കേതിക സഹായം നൽകുന്ന ടോംഷർ ടെക്നോളജീസിന്റെ പ്രതിനിധി മാത്യു തോമസ് എന്നിവരെയും ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് പേരാണ് ഈ വെബിനാറിൽ പങ്കെടുക്കുന്നത്. ഗൾഫിലെ നിക്ഷേപ സാധ്യതകൾ കേരളത്തിനെ പരിചയപ്പെടുത്തുക, കേരളത്തിലെ സംരംഭകർക്ക്, പുതുതായി ഒട്ടേറെ സംരംഭകരാണ് കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നത്. സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടുകൂടിയാണ് ഈ വെബിനാർ സംഘടിപ്പിക്കുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഉദ്ഘാടനത്തിലേക്ക്, ഈ സെമിനാർ ഔപചാരികമായ ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കുകയാണ്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യസഭാംഗം കൈരളി TVയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോൺ ബ്രിട്ടാസ് ആണ്. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക്. നമസ്കാരം. കേരളത്തിൽ നിന്നും പ്രവാസ ഭൂമിയിൽ നിന്നും ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു സ്വപ്നമുണ്ട്. മറ്റൊന്നുമല്ല, വികസനം എന്ന സ്വപ്നം. ലോകം വികസിക്കുമ്പോൾ അതിന് മുന്നിൽ തന്നെ സഞ്ചരിക്കുകയാണ് കേരളവും. നവസംരംഭങ്ങളിലൂടെ, പുതിയ ദിശാബോധത്തിലൂടെ അതിവേഗം മുന്നേറുകയാണ് കേരളം. ഈ മുന്നേറ്റത്തെ കുറേയും കൂടി കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വികസന പന്ഥാവിലേക്കാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. ചെറുതും വലുതുമായ ലോകമെങ്ങുമുള്ള ആയിരക്കണക്കിന് മലയാളികളായ സംരംഭകരാണ് ഇന്ന് കേരളത്തിൻ്റെ വികസനത്തോട് കൈകോർത്തു നിൽക്കുന്നത്. ഇത് തിരിച്ചറിയുകയും ഇതിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ വന്നു എന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്നവേഷൻ, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ വികസനത്തെ ത്വരിതപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. സർക്കാർ തന്നെ നേരിട്ട് സംരംഭകർക്ക് ഇതുപോലെ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു കാലഘട്ടം മുൻപ് ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സമയത്താണ് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് പുതിയ നിക്ഷേപക അവസരങ്ങളും വിപണികളും കണ്ടെത്താനും
കൈരളി പുതിയൊരു ദൗത്യവുമായി മുമ്പോട്ട് വരുന്നത്. ഒരു ബിസിനസ് സംരംഭനെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങളുടെ വലിയ സാധ്യതയാണ് ഗൾഫ് രാജ്യങ്ങൾ എന്നും നൽകിയിട്ടുള്ളത്. ഏത് പ്രതിസന്ധിയിലും ഉലയാതെ നിന്ന് വികസനത്തിൻ്റെ മഹത്തായ മാതൃകകളിലൂടെ ലോകത്തിന് എന്നും വിസ്മയം സമ്മാനിച്ചവരാണ് ഗൾഫിലുള്ള സംരംഭകർ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ. അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി അത് ഗൾഫിനും നമ്മുടെ നാടിനും ഗുണകരമാക്കാൻ മലയാളി സംരംഭകർക്ക് എന്നും കഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭങ്ങളാണ്. ഇന്ന് വലിയ വികസന മാറ്റത്തിൻ്റെ പാതയിലാണ് സൗദി അറേബ്യയും ഖത്തറും UAEയും പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ. വൻകിട പദ്ധതികളിലൂടെ വികസന രംഗത്ത് വലിയ കുതിപ്പ് നടത്താനൊരുങ്ങുകയാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ. ഇത് ഗൾഫിലെ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തു നിന്നുള്ള വ്യവസായികൾക്കും സംരംഭകർക്കും വലിയ സാധ്യതകളാണ് ഇത് തുറന്നിട്ട് നൽകുന്നത്. ആ സാധ്യതകളെയും അവസരങ്ങളെയും മുൻകൂട്ടി കാണാനും പരിചയപ്പെടുത്താനും കഴിയണം. ഇത്തരത്തിലുള്ള സാധ്യതകളെ പരിചയപ്പെടുത്തുന്ന ഈ സെമിനാർ ഓരോ സംരംഭകർക്കും ഗുണപ്രദമാകുമെന്ന് എനിക്കുറപ്പുണ്ട്. അത്തരം സാധ്യതകൾ കൃത്യമായി പരിചയപ്പെടുത്താൻ മുമ്പോട്ട് വന്ന ഈ വെബിനാറിലെ പാനലിസ്റ്റുകൾക്കും ഇതിനോട് സഹകരിക്കുന്നവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാധ്യമ സ്ഥാപനമാണ് കേരള TV. നമ്മുടെ അഭിമാനമായിട്ടുള്ള മമ്മൂട്ടിയാണ് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതിയും ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത്തരമൊരു വികസന സംരംഭക വെബിനാർ നടത്താൻ കേരള TVക്കും എനിക്കും ഏറെ അഭിമാനമുണ്ട്. ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. കേരളത്തിൻ്റെയും ഗൾഫിൻ്റെയും വികസനത്തിൽ നമുക്കൊന്നായി കൈകോർക്കാം, നമുക്കൊന്നായി മുന്നേറാം. പ്രിയമുള്ളവരെ, ഏറ്റവും ശക്തനായ മാനിനേക്കാൾ വേഗത്തിൽ ഓടണം, അല്ലെങ്കിൽ പട്ടിണിയാകും എന്നറിഞ്ഞുകൊണ്ടാണ് ആഫ്രിക്കയിലെ ഓരോ പ്രഭാതത്തിലും സിംഹം മൂരി നിവരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ശക്തമായ, ഏറ്റവും വേഗം കൂടിയ സിംഹത്തെക്കാൾ വേഗത്തിൽ ഓടണം, അല്ലെങ്കിൽ നശിക്കും എന്നറിഞ്ഞുകൊണ്ടാണ് ഓരോ കലമാനും ഉറക്കമുണരുന്നത്. മനുഷ്യകുലത്തിന്റെ കാര്യവും വ്യത്യസ്തമല്ല. നിങ്ങൾ കലമാനോ സിംഹമോ ആയിക്കൊള്ളട്ടെ, നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ ഓടിയേ തീരും. തീർച്ചയായും നിങ്ങളുടെ വാണിജ്യ മേഖലകളിൽ, പ്രവർത്തന മേഖലകളിൽ വേഗത്തിലോടാൻ, മുന്നോട്ട് കുതിച്ചു പായാൻ, കൂടുതൽ ഭാവി സുരക്ഷിതമാക്കാൻ, കൂടുതൽ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താൻ ഈ വെബിനാർ ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വെബിനാറിന്റെ മറ്റ് സെഷനുകൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈ വെബിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നത് UAEയിലെ ബിസിനസ് രംഗത്തെ ഏറ്റവും സുപരിചിതവും ശ്രദ്ധേയവുമായ വ്യക്തിത്വമാണ് ശ്രീ ജെയിംസ് മാത്യു. ചാർട്ടേഡ് അക്കൗണ്ട് രംഗത്ത് UAEയിലെ പ്രമുഖ സ്ഥാപനമായ UHY ജെയിംസിന്റെ മാനേജിംഗ് പാർട്ണറും CEOയുമാണ് അദ്ദേഹം. ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽ കൗൺസിലിന്റെ ഫോർമർ സെക്രട്ടറി ജനറലായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ഈ രംഗത്തെ നിറസാന്നിധ്യമാണ് ജെയിംസ് മാത്യു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും ഏതൊരു സംരംഭകനും മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. UAEയിലെ നിക്ഷേപ സാധ്യതകളെ കുറിച്ച് ഈ വെബിനാറിൽ സംസാരിക്കാൻ ജെയിംസ് മാത്യുവിനെ സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു ജമാൽ. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഈ കൈരളി TVയുടെ ഈ ഉദ്യമത്തിൽ ആദ്യമേ എല്ലാ നന്ദിയും. ഞങ്ങളെ ഈ പാനലിലോട്ട് വിളിച്ചതിലും ഇതുപോലെയൊരു ഇമ്പോർട്ടൻ്റ് വിഷയം അവതരിപ്പിക്കാൻ, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനും കഴിഞ്ഞതിൽ ഞങ്ങൾ അങ്ങേയറ്റം നന്ദി കടപ്പാടുമുണ്ട്. അതിനെല്ലാം ഉപരി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജോൺ ബ്രിട്ടാസ് ജി, കൈരളി TVയുടെ സാരഥി, എല്ലാവിധ സപ്പോർട്ട് തന്നിട്ടുള്ള അങ്ങേക്ക് എല്ലാം നമ്മുടെ നന്ദി. ഞാൻ ഏതാണ്ട് 30 വർഷമായിട്ട് UAEയിലുണ്ട്. ഏതാണ്ട് ഒരു 3 വർഷം ഇവിടെ വന്ന് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി തിരിച്ചു പോകണം എന്ന് വിചാരിച്ച് വന്ന ആളാണ്. അപ്പോൾ ഏതാണ്ട് 30 വർഷമായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ബിസിനസ് ചെയ്യാനും മറ്റുമായിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് അവരോടുള്ള എൻ്റെ ഈ 30 വർഷത്തെ ഈ ജമാൽ പറഞ്ഞ മാതിരി
ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട്, അതായത് ആയിരക്കണക്കിന് കമ്പനികൾ ഇവിടെ ഫോം ചെയ്യുകയും അവർക്ക് അഡ്വൈസും ഏതൊക്കെ ബിസിനസ് എങ്ങനെ തുടങ്ങണമെന്നും ആ ബിസിനസ്സിൻ്റെ സകല ഗൈഡൻസും കാര്യങ്ങളും എല്ലാം അതിൽ ഒത്തിരി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾ എന്ന നിലയ്ക്ക് ഞാൻ UAE ഈ 50 കൊല്ലം, അതായത് 1971 തുടങ്ങിയ UAE ഇതിൻ്റെ 50 കൊല്ലം 2021 ആഘോഷിക്കുകയാണ്. അവർ കൈവരിച്ച പുരോഗതി നമുക്ക് ഏവർക്കും ഉദ്ദേശിക്കുന്നതിലപ്പുറമാണ്. എനിക്കൊരു ചെറിയൊരു പ്രസൻറ്റേഷൻ ഉണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യുകയാണ്. എനിക്കൊരു 15-14 മിനിറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഞാൻ ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 15 സ്ലൈഡ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാനത് വളരെ സ്പീഡിൽ ഞാനത് ഓടിച്ചു കൊണ്ടുപോകാം. ഞാൻ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഒരു ഇൻട്രൊഡക്ഷൻ, ഈ ചേഞ്ചസ് ഇൻ ദ ബിസിനസ് ലാൻഡ്സ്കേപ്പ് ഇൻ UAE, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ UAE, setting up a business in the UAE, and some conclusion remark. 1971 UAE ഫോം ചെയ്യുന്നത്. 79 ഇവിടുത്തെ ഒരു ഏറ്റവും നീളം കൂടിയ ഒരു ബിൽഡിംഗ് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ഉണ്ടാക്കുന്നു. എമിറേറ്റ്സ് എയർലൈൻ 85 ലോഞ്ച് ആവുന്നു. 2000 ദുബായ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇനോഗ്രേറ്റ് ആവുന്നു. പിന്നെ അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ DIFC, ബുർജ് ഖലീഫ 2010, ടോളസ്റ്റ് ടവർ വരുന്നത് 2010. 2013 UAE wins the 2020 Expo 2020. പിന്നെ ഫസ്റ്റ് സാറ്റലൈറ്റ് ബിൽറ്റ് ഓൺ UAE, അത് 2018. 2020 നമ്മൾ ലോഞ്ച് ദ ഹോപ്പ് പ്രോബ്, ആൻഡ് ഫൈനലി ദ Expo 2020 is here. Expo 2020 കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ തീം കണക്റ്റിംഗ് മൈൻഡ്സ് ആൻഡ് ക്രിയേറ്റിംഗ് ദ ഫ്യൂച്ചർ. ഈ ഏതാണ്ട് ഒരു 83 ദിവസം കഴിഞ്ഞാൽ ഈ എക്സ്പോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. October 1. ഒരു 438 ഹെക്ടറിൽ ഏതാണ്ട് $8.7 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 192 കൺട്രീസിന്റെ പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ടുള്ള ഒരു ഇവന്റ് ആണിത്. 25 മില്യൺ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ 25 മില്യൺ വിസിറ്റ്സ് ഈ 6 മാസത്തിനുള്ളിൽ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. എന്തൊക്കെയാണ് ഇതിലുള്ള ബെനിഫിറ്റ്സ് വരാൻ പോകുന്നത്? ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇക്കണോമിക് ബൂസ്റ്റ്, റവന്യൂ ജനറേഷൻ ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. GCCയെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 6 കൺട്രീസാണ് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലുള്ളത്. ഇപ്പോൾ സൗദി അറേബ്യ നമ്മുടെയൊക്കെ വലിയേട്ടൻ നമ്മൾ വിളിക്കും. 34 മില്യൺ ആൾക്കാരുള്ള സൗദി അറേബ്യ, അവരുടെ ഏരിയ നോക്കിയാൽ അറിയാം 2.149 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒരു 65-66% വരും. അവരുടെ ഈ GDP നോക്കി നമ്മൾ UAE തിരിച്ചു വരാം. UAE ഒരു ചെറിയൊരു കൺട്രിയാണ്. 83,600 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് കേരളത്തിന്റെ ഒരു 2 ടൈംസ്. കേരളം ഒരു 39,000 സ്ക്വയർ കിലോമീറ്റർ ആണുള്ളത്. അതിൻ്റെ ഒരു 2.2% വരും, 2.2 ടൈംസ് വരും UAE. UAE തന്നെ 7 എമിറേറ്റ്സ് ആണുള്ളത്. ഈ 7 എമിറേറ്റ്സിൽ ദുബായ് എന്നുള്ള നഗരം ശരിക്കും ഒരു 5% ഓഫ് ദ ലാൻഡ് ഏരിയ ആണ് ഓക്കുപ്പൈ ചെയ്യുന്നത്. ബാക്കി 87% അബുദാബി, അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ബാക്കി 5 എമിറേറ്റ്സിലായിട്ട് ഇത് ചെയ്യുന്നു. ബഹ്റൈൻ ഒരു ചെറിയ രാജ്യമാണ്. കുവൈറ്റ്, ഒമാൻ, എല്ലാം കൂടി ഏതാണ്ട് ഒരു 60 മില്യൺ ആൾക്കാർ ഉള്ള ഒരു GCC ഇതാണ്. നമ്മൾ ദുബായിലോട്ട് പോകുന്നതിന് മുമ്പ്, UAE പോകുന്നതിന് മുമ്പ് എന്നെ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ തരികയാണ്. ഇനി നമുക്കിവിടെ വന്ന ഈ ബിസിനസ് ലാൻഡ്സ്കേപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവിടെ വന്നത്? ഒരു കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഏതാണ്ടൊരു ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് 2018 നമുക്ക് വാല്യൂ ആഡഡ് ടാക്സ് വന്നു. അതായത് ഇതുവരെ ഒരു വിധത്തിലുള്ള ടാക്സോ കാര്യങ്ങളോ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻ എന്ന് പറഞ്ഞ സംഗതി, ESR എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ബേസ് ഇറോഷൻ എന്ന് പറയുന്ന സംഗതി. നമ്മൾ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു പേപ്പർ കമ്പനി ഫോം ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇവിടെ ടാക്സ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു
കുറേയൊക്കെ കമ്പനികളൊക്കെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്സിന് ഈക്വൽ ആയിട്ട് നമുക്ക് ഇക്കണോമിക്കലി നമ്മുടെ ആക്ടിവിറ്റീസ് ഇല്ല എങ്കിൽ നമ്മൾ അതിനെ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ആരുടെയാണ്? ഓരോ കമ്പനികൾ ഇവിടെ ഫോം ചെയ്യുന്നതിനും ഓരോ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യുന്നതിനും അതിൻ്റെതായ ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട്. നമ്മുടെ KYC ആൻറ്റി മണി ലോണ്ടറിങ്ങിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ FATF എന്ന ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ ഇതെല്ലാത്തിലും ഈ കഴിഞ്ഞ കൊല്ലം തന്നെ ഏതാണ്ട് 11 ബാങ്കുകൾക്ക് ഒരു 45 മില്യൺ ദിറംസോളം ഫൈനായിട്ട് തന്നെ ഇവരെ സെൻട്രൽ ബാങ്ക് കാര്യങ്ങൾ ചെയ്തു. കാരണം ഈ ഒരു കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് ആയിട്ട് പോവുകയാണ്. 100% ഓണർഷിപ്പ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ സംഗതി ജൂൺ 1-ാം തീയതി മുതൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാം ഫ്രീലാൻസ് വിസകൾ, ഗോൾഡൻ വിസകൾ, റിട്ടയർമെന്റ് വിസകൾ, അതുപോലെ തന്നെ നമ്മുടെ 4 ഇന്ത്യക്കാർക്ക്, ഞാൻ അറിയാവുന്ന 4 ഇന്ത്യക്കാർക്ക് ഇവിടെ UAE പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ മാസം. അങ്ങനെ എല്ലാ വിധത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 2021 നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ്, ദുബായിലെ അറ്റ്ലീസ്റ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെല്ലാം പേപ്പർലെസ് എക്കോണമി ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആവശ്യം. ഡിജിറ്റൽ എക്കോണമി നമ്മൾ ഒരു 2-3 വർഷം മുമ്പ് വരെ നമ്മുടെ ഒരാളുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സംഗതി, നമ്മൾ US-ലൊക്കെ ഉള്ള മാതിരി നമ്മുടെ ക്രെഡിറ്റ്, അതായത് നമുക്ക് മണി ലെൻഡ് ചെയ്യാൻ പറ്റുമോ അതെയോ എന്നറിയാനായിട്ട് ഓരോരുത്തരുടെ സ്കോർ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ബാങ്കിങ് മുഴുവൻ നടക്കുന്നത്. പണ്ട് ഒരു ഫ്യൂ ഇയേഴ്സിന് മുമ്പ് ഈ ക്രെഡിറ്റ് ബ്യൂറോ വരുന്നതിന് മുമ്പ് നമ്മൾ 5 ബാങ്കുകളിൽ നിന്ന് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കും ആ എക്സ്പോഷർ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരിക്കലും ശരിക്കും ആരെവിടുന്ന് ബോറോ ചെയ്യുന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് തന്നെ ഓവർ ബോറോയിങ് ഉണ്ടായിരുന്നു, ഓവർ ലെൻഡിങ് ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളൊക്കെ മാറി. ഇപ്പോൾ ഒരാൾക്ക് ലെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ക്രെഡിറ്റ് സ്കോർ നോക്കും. അതുപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടി ആൻഡ് ടൊബാക്കോ ആൻഡ് സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സ്, ഇപ്പോൾ ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന UAE-ൽ 20%, അതായത് 5-ൽ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട്. ഈ രാജ്യങ്ങൾ എല്ലാവരും അതിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവാണ് അവർ ചെയ്യുന്നത്. സ്വീറ്റൻഡ് ആയിട്ട് ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജങ്ക് ഫുഡ്സുകളൊക്കെ എല്ലാം ഒഴിവാക്കുക. അങ്ങനെ ഈ ടാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ ഇതിനെ കാര്യങ്ങൾ ഡിസ്കറേജ് ചെയ്യുന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. റിന്യൂഡ് റിലേഷൻഷിപ്പ് വിത്ത് ഖത്തറുമായിട്ട് 2017 ജൂൺ 5-ാം തീയതി മുതൽ ഒരു എംബാർഗോ ഉണ്ടായിരുന്നു. ആ സംഗതികൾ ഈ കഴിഞ്ഞ ജാനുവരിയിൽ അത് ലിഫ്റ്റ് ചെയ്തു, അത് തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് അറബ് രാജ്യങ്ങളിൽ 3 രാജ്യങ്ങൾ അവരുമായിട്ട് ടൈപ്പ്, എബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന സംഗതികൾ. വർക്ക് ഫ്രം കൾച്ചർ, ഒരിക്കലും നമ്മൾ UAE-ൽ ബിസിനസ് ഒരിക്കലും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും, നമ്മുടെ US-ലോ അല്ലെങ്കിൽ UK-ലോ നടക്കുന്ന മാതിരി, യൂറോപ്പിൽ നടക്കുന്ന മാതിരി ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത് ഒരിക്കലും അങ്ങനെ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ പാൻഡമിക് അത് ഈ ടോട്ട് us എ ഫ്യൂ ലെസൺസ്. നമ്മുടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് പല IT കമ്പനികളും പല കമ്പനികളും വീട്ടിലിരുന്ന് കാര്യങ്ങൾ റിമോട്ടായിട്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കുറച്ച് അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം പല കമ്പനികളും അവരോട് എംപ്ലോയീസിനോട് പറയുന്നു, ഓക്കെ 60% സാലറിയിൽ നിങ്ങൾ തിരിച്ചു പോവുക, നിങ്ങളുടെ കൺട്രിയിൽ ഏതായാലും യു വിൽ ഹാവ് ബെറ്റർ ബാൻഡ്വിഡ്ത്ത്, നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വർക്ക് ഫ്രം ഹോം ഒരു പുതിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് വന്നു. അതുപോലെ തന്നെ G7 ഈ റീസെൻ്റ്ലി കൺക്ലൂഡ് G7 മീറ്റിങ്ങിൽ 130 രാജ്യങ്ങൾ എഗ്രി ചെയ്തിട്ടുണ്ട് ആ പ്രൊപ്പോസലിന്. അതായത് കോർപ്പറേറ്റ് ടാക്സ്, മിനിമം കോർപ്പറേറ്റ് ടാക്സ് 15%. ഇതൊന്നും നമ്മൾ അത് UAE ഒക്കെ അതിനകത്ത് ആ 130 രാജ്യങ്ങളിൽ പെടും. പക്ഷേ അതിൻ്റെയൊക്കെ ചിലപ്പോൾ അതൊക്കെ ആയി ഒരു കോർപ്പറേറ്റ് ടാക്സ് ആയി വരുന്നതൊക്കെ ചിലപ്പോൾ ഒരു 4-5 years ആവും. പക്ഷെ എന്നാലും അധികം വിദൂരമല്ല എന്ന് പറയട്ടെ. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ UAE, നമ്മുടെ മാനുഫാക്ചറിങ്, നമ്മുടെ GDP ഏതാണ്ട് UAE-യുടെ ഒരു $430 billion ആണ്. 430 billion, മാനുഫാക്ചറിങ് 8.72%, കൺസ്ട്രക്ഷൻ 8.43%, ഹോൾസെയിൽ റീറ്റെയിൽ ട്രേഡ് 14.52%. ഇനി ഇതാണ് നമ്മുടെ ഓരോ ട്രാവൽ ടൂറിസം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ഇപ്പൊ ദുബായിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 150,000 ഹോട്ടൽസ് ഉണ്ട്. Emirates Airlines flies to around 85 countries, 170 destinations. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കൊല്ലം തന്നെ 16 മില്യൺ, 2019 16 മില്യൺ ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്തു. അവരുടെ ടാർഗറ്റ് വാസ് 20 മില്യൺ. പക്ഷേ പാൻഡമിക് വന്ന് ഹിറ്റായി, അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ കഴിഞ്ഞ 6 മാസം, അതായത് 2020 ജൂലൈ മുതൽ ഈ കഴിഞ്ഞ മാസം വരെ ഒരു 3.7 മില്യൺ ആൾക്കാർ, ഈ വേൾഡ് ഇങ്ങനെയൊക്കെ ആയിരുന്നാലും 3.7 മില്യൺ ആൾക്കാർ ടൂറിസ്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹോട്ടൽ ടൂറിസം,
അല്ലെങ്കിൽ റീറ്റെയിൽ, ഷോപ്പിംഗ്, അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർ അത് വളരെ ശ്രദ്ധ ചെലുത്തുന്നു. മെഡിക്കൽ ഇതായാലും മെഡിക്കൽ എല്ലാവർക്കും, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, കമ്പൽസറി ആണ്, സ്പോൺസർ അത് പേ ചെയ്യണം. അതുകൊണ്ട് തന്നെ മെഡിക്കൽ എല്ലാ കാര്യങ്ങളും ഒട്ടനവധി മെഡിക്കൽ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് ആണ്. നമ്മൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതിൻ്റെ ഇൻഡെക്സ് അത് റിവോൾവ് ചെയ്യുന്ന ഒരു 30 കമ്പനീസ് ആണെങ്കിലും ആ ഇൻഡെക്സ് പോകുമ്പോൾ നമ്മൾ വെദർ യുവർ ബിസിനസ് ഈസ് ഡൂയിങ് ഗുഡ് ഓർ ബാഡ്, ഇൻഡെക്സ് മുകളിലോട്ട് പോകുമ്പോൾ ആൾക്കാരുടെ സെന്റിമെന്റ്സ് പോകും. ഇവിടെ അതുമാതിരി തന്നെയാണ്. റിയൽ എസ്റ്റേറ്റിൽ 5.5% ഉള്ളൂ, പക്ഷെ റിയൽ എസ്റ്റേറ്റ് പ്രൈസസ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ സെന്റിമെന്റ്സും അതേമാതിരി തന്നെയാണ്. കാരണം ഇൻവെസ്റ്റേഴ്സിന്റെ മൈൻഡ് സെറ്റാണ് ഞാൻ പറയുന്നത്. മൈനിങ് ആൻഡ് യൂട്ടിലിറ്റീസ്, നമ്മുടെ എഡ്യൂക്കേഷൻ, ഒരു 1600ഓളം സ്കൂളുകളുണ്ട് ഇവിടെ. ഒരു 1.2 മില്യൺ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി ഒരു 4-5 ഏരിയാസ് ഞാൻ പറയാം. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്സ് ശരിക്കും നന്നായി നടക്കുന്ന ഇതാണ്. നമ്മളിവിടെ ഒരു 8-9 മില്യൺ ആൾക്കാരേ ഉള്ളൂ. പക്ഷേ 85% ഓഫ് അവർ ഫുഡ് പ്രോഡക്ട്സ് ആൻഡ് എവറിത്തിങ് ഈസ് ഇമ്പോർട്ടഡ് ഇൻ ടു ദ കൺട്രി. അതുകൊണ്ട് തന്നെ ഫുഡും ആ ഏരിയസിലൊക്കെ കണ്ടമാനം ഏരിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഹെൽത്ത് കെയർ ഞാൻ പറഞ്ഞു, റിയൽ എസ്റ്റേറ്റിന്റെ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ദുബായിൽ തന്നെ നോക്കുവാണെങ്കിൽ ഒരു 650,000 യൂണിറ്റ്സ് ഉണ്ട്, അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പക്ഷെ ഇനിയും നമ്മൾ വേൾഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇനിയും ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് വരും. അതനുസരിച്ചിട്ടുള്ള അവരുടെ പാർപ്പിട സൗകര്യങ്ങളുടെ ആവശ്യമുണ്ട്. പുതിയ കമ്പനികളെ ഉണ്ട്. ഇപ്പോൾ എക്സ്പോയിൽ തന്നെ 100,000 ഇൻവെസ്റ്റേഴ്സിനെയാണ് അവര് ടാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അവരെ ഇവിടെ കൊണ്ടുവരിക, അവരെ ഒരു പലവിധ, അവർക്ക് ഇപ്പോൾ സീസൺ ടിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ റെസിഡൻസിന് അവൈലബിൾ ആണ്. 6 മാസത്തെ സീസൺ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് അറൌണ്ട് $120 കൊടുത്തു കഴിഞ്ഞാൽ 6 മാസത്തേക്ക്, അല്ലെങ്കിൽ സിംഗിൾ ഡേയുടെ ഉണ്ട്, 30 ഡേയ്സിൻ്റെ ഉണ്ട്. അവർ പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആ സമയം ഈ ഒക്ടോബർ ആകുമ്പോഴത്തേനും എല്ലാം ഓപ്പൺ ആകും എന്നുള്ള ഉദ്ദേശത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ UAE-യിലുള്ള ആൾക്കാർ തന്നെ പലപ്പോഴായി പോവുകയും, അപ്പോൾ അതിന് മാത്രം ഇവന്റ്സ് ആണ് അവിടെ നടക്കാൻ പോകുന്നത്. 192 പവലിയൻസ് ഉള്ള അതിനകത്ത് നാഷണൽ ഡേയും അതുപോലെ ഫെസ്റ്റിവൽസും എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഡെലിഗേഷനെ മീറ്റ് ചെയ്യേണ്ടായി. ഏതാണ്ട് അവരുടെ മിനിസ്ട്രി ഓഫ് കോമേഴ്സ് എന്ന് പറഞ്ഞത് എല്ലാ സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റേഴ്സുമായിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ ഈ 6 മാസ സമയത്തിനുള്ളിൽ അവരിവിടെ വിസിറ്റ് ചെയ്യുന്നു, കാണുന്നു. അപ്പോൾ നല്ലൊരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി, ഇന്ത്യ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഒത്തിരി അഹെഡാണ്. അപ്പം അവിടെ ഒത്തിരി സാധ്യതകൾ കാണുന്നുണ്ട്. ഇ കോമേഴ്സിന് ഇവിടെ ഒരു ഫ്രീ സോൺ മാതിരി ഒരു സെറ്റപ്പ് പോലും വന്നു കഴിഞ്ഞു. അതായത് അവര് എല്ലാ ലോജിസ്റ്റിക്സും എല്ലാ കൊറിയർ കമ്പനികളും എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ട് തുടങ്ങാനായിട്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷനും. ഞാൻ ഇനി എങ്ങനെയാണ് ഇവിടെ ബിസിനസ്സുകൾ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് എന്ന് പറയാം. പെട്ടെന്ന് ഓടിച്ചു പോവാം. ഇവിടെ ഏകജാലകം എന്ന് പറഞ്ഞാൽ ഏകജാലകം 7000 ജാലകമല്ല, ഏകജാലകം. അതായത് നമ്മുടെ ലീഗൽ ടൈപ്പ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നെസസറി അപ്രൂവൽസ് ഒരു 3-4 ദിവസം കൊണ്ട് നമ്മുടെ ലൈസൻസോ കാര്യങ്ങളോ ഫോർമാലിറ്റീസ് എല്ലാം കഴിയാൻ പറ്റും. ഓഫീസ് സ്പേസ്, ഇപ്പോൾ ഓഫീസ് സ്പേസുകൾക്കൊക്കെ വളരെ ഇളവ് കൊടുത്തിട്ടുണ്ട്. കാരണം അതും ഈ പാൻഡമിക് സമയത്ത് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് കൃത്യമായി അവർ ഓഫീസ് സ്പേസ് ഇല്ലാണ്ട് തന്നെ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. എഗ്രിമെന്റ് സൈൻ ചെയ്യുക, ലീസ് എടുക്കുക, ഓപ്പൺ ഇമിഗ്രേഷൻ ഫയൽ ആൻഡ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയായിട്ട് മാറിയിരിക്കുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഒരു ദിവസം 2ാമത്തെ ദിവസം നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ മന്ത്. നമ്മുടെ അൺലെസ് നമ്മളൊരു അവിടുന്ന് നല്ലൊരു റെഫറൻസോടുകൂടി വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ അത്രമാത്രം സമയമെടുക്കും. കാരണം നമ്മുടെ KYC, AML, നമ്മുടെ കംപ്ലീറ്റ് ട്രാക്ക് റെക്കോർഡ് അവർ ചെക്ക് ചെയ്തിട്ടേ നമ്മൾ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. ഒരു അഡ്വൈസ് എന്ന നിലയ്ക്ക് ഇപ്പം ഇനീഷ്യൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എല്ലാത്തും എടുക്കാം. നമ്മൾ ഏത് ബിസിനസ്സിലും ഇവർ ചെറിയ പൈസയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഒരു ലൈസൻസിന് കാര്യം ഒരു 15,000-20,000 രൂപ ദിറംസ് കൊടുക്കണമായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, ഒരാളുടെ ചെലവ് കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരു ഇനീഷ്യൽ ഫീസിബിലിറ്റി, മാർക്കറ്റ് റിസർച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പും റൈറ്റ് ലൈസൻസ്, റൈറ്റ് ജൂറിസ്ഡിക്ഷൻ. നമുക്കിപ്പം ഉമ്മൽക്കോയിൻ ഫ്രീ സോണിലെ ആളുണ്ട് ഇവിടെ, അതേപോലെ പല ഫ്രീ സോണുകളുണ്ട് ഇവിടെ. അപ്പോൾ മെയിൻലാൻഡ് ഉണ്ട്. എവിടെ കമ്പനി സെറ്റപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. പിന്നെ ഇമിഗ്രേഷൻ ലോ, അല്ലെങ്കിൽ വാറ്റ് ഇമ്പാക്ട്, ESR ഇമ്പാക്ട്,
ഒത്തിരി ഇമ്പാക്റ്റുകൾ നോക്കണം. പിന്നെ പല ബിസിനസ് ഫെയിൽ ആവുന്നതിൻ്റെയും കാരണങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ വളരെ ഉത്സാഹത്തോടെ വന്ന് നമ്മൾ പാർട്ട്ണർഷിപ്പിൽ കമ്പനി ഫോം ചെയ്തു. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, സ്പ്ലിറ്റ് ആവണം അല്ലെങ്കിൽ ഇറങ്ങണം. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ എഗ്രിമെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ ഒരു വിധത്തിൽ ഒരു റിട്ടേൺ എഗ്രിമെന്റ്, എക്സിറ്റ് ക്ലോസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കണം. ആൻഡ് ഓഫ് കോഴ്സ് ബിസിനസ് പ്ലാൻ. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു വേഴ്സ്റ്റ് സിനാരിയോ വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതായത് ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് ദിസ് മച്ച് ഓഫ് മണി, വാട്ട് കുഡ് ഹാപ്പൻ ഓൺ എ വേഴ്സ്റ്റ് സിനാരിയോ അതായിരിക്കണം. അപ്പം ഇപ്പോൾ നമുക്ക് ഇത് നോക്കാൻ പറ്റും, വെദർ ഇറ്റ് ഇസ് വർക്കബിൾ ഓർ നോട്ട്. അപ്പം അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ദെൻ ഇറ്റ് മേക്സ് യുവർ ലൈഫ് ഈസി. ഞാൻ ടൈപ്സ് ഓഫ് ലൈസൻസ് ഞാനൊരു 2-3 മിനിറ്റ് എടുക്കാം. ടൈപ്സ് ഓഫ് ലൈസൻസസ്, അതായത് ഞാൻ പറഞ്ഞു ഫ്രീ സോൺസ് ഉണ്ട്, 38 ഫ്രീ സോൺസ് ഉണ്ട്. ഫൈനാൻഷ്യൽ ഫ്രീ സോൺസ് 2 ഉണ്ട്, ദുബായ് ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻഷ്യൽ സെന്ററും അബുദാബി ADGM-ഉം. അതുപോലെ തന്നെ നമുക്ക് ഈ 2 ഫ്രീ സോണുകൾക്ക് പുറമെ നമുക്ക് മെയിൻ ലാൻഡിലും കമ്പനി ഫോം ചെയ്യാം. മെയിൻ ലാൻഡിൽ നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആകാം, സിംഗിൾ പേഴ്സൺ LLC ആകാം, സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ആകാം, സിവിൽ കമ്പനി ആകാം, ബ്രാഞ്ച് ഓഫ് എ ലോക്കൽ ഫോറിൻ കമ്പനി ആവാം, റെപ്രസെൻറ്റേറ്റീവ് ആവാം, ഓർ പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനികൾ ആകാം. അപ്പോൾ ഈ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനികൾക്ക് ഇത്രയും നാൾ നമുക്ക് 51-49 എന്ന് പറഞ്ഞാൽ 51% ഹാസ് ടു ബി ലോക്കൽ പേഴ്സൺ, 49 വിൽ ബി എൻ എക്സ്പാട്രിയേറ്റ് ഇൻവെസ്റ്റർ. ഇപ്പോൾ ആ സിറ്റുവേഷനൊക്കെ മാറി. ഇപ്പോൾ 100% ഓണർഷിപ്പ് സ്ട്രക്ചർ ഉണ്ട്. പക്ഷേ എല്ലാ ബിസിനസ്സിനും നമുക്ക് 100% സ്ട്രക്ചർ അത് പറ്റില്ല. കാരണം നമുക്ക് അതിൻ്റെതായ ദോഷങ്ങളുണ്ടാവും. കാരണം പലയിടത്തും നമ്മുടെ ഡ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഒരു എക്സ്പെർട്ട് അഡ്വൈസ് ആണ് എപ്പോഴും നന്നാവുക. ഞാനൊരു കൺക്ലൂഷനിലോട്ട് പോവുകയാണെങ്കിൽ, UAE ഹാസ് സക്സസ്ഫുള്ളി മാനേജ്ഡ് കോവിഡ്. അതുകൊണ്ട് വേൾഡ് ഈസ് വെയിറ്റിംഗ് ടു ഓപ്പൺ. എക്സ്പോ 2020 അതിൻ്റെ റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഈ 100% ഓണർഷിപ്പ്, ബാങ്ക്രപ്സി, അതായത് ഒരു ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആൾക്കാർ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ മുങ്ങുക. അത് ബാങ്കുകൾക്ക് പൈസ വല്ല കൊടുക്കാനുണ്ടെങ്കിൽ, അപ്പോൾ കാരണം ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാൽ നമ്മളെ ജയിലിൽ പിടിച്ചിടും. അപ്പോൾ ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ചിലപ്പോൾ ഒത്തിരി പൈസ കിട്ടാനുണ്ടായിരിക്കും, പക്ഷേ അവർ ചെക്ക് ഇഷ്യൂ ചെയ്തതാണെങ്കിൽ അത് കൊടുത്തിട്ടേ അവർക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, നോ ഇൻകം ടാക്സ് ഓർ കോർപ്പറേറ്റ് ടാക്സ്, കറൻസി ഫോറിൻ എക്സ്ചേഞ്ചിൽ പ്രശ്നങ്ങളില്ല, കാരണം ഡോളർ നോട്ട് ലൈക്ക് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ, ഞാൻ എത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോ, ക്രൗഡ് ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ ഇത് സ്പ്രിംഗ് ബോർഡ് എന്ന് പറയും UAE, കാരണം നമുക്ക് ഒരു 300 മില്യൺ ആൾക്കാരുണ്ട് നമ്മുടെ മീന റീജിയൻ, അതായത് മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക. അതുപോലെ തന്നെ ആഫ്രിക്കൻ റീജിയനിൽ ഒരു 1.2 ബില്യൺ ആൾക്കാർ, ദ ഹോൾ കോണ്ടിനെന്റ്. അപ്പോൾ ഈ ആൾക്കാർ ഇവിടെ ദുബായിൽ വന്നിട്ട് ഗേറ്റ് വേ എന്ന് വേണേൽ പറയാം. അങ്ങനെ വെച്ചിട്ട് ആൾക്കാർ ഇവിടുന്ന് പല രാജ്യങ്ങളിലോട്ടും പോകുന്നു. അതേപോലെ ഓരോ GCC കൺട്രീസിലോട്ടും. ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഒക്കെ കുറവാണ്, ലേബർ കോസ്റ്റ് ചീപ്പാണ്, മാനുഫാക്ചറിങ് സെക്ടേഴ്സ് എല്ലാം ഡ്യൂട്ടി എക്സംഷൻസ് വരുന്നുണ്ട്. പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനോ റിപ്പാട്രിയേഷൻ ചെയ്യാനോ യാതൊരുവിധ നിബന്ധനകളുമില്ല. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഉണ്ട് ബിറ്റ്വീൻ 100ഓളം കൺട്രികളിൽ. അതുപോലെ തന്നെ റിന്യൂഡ് ടൈസ് വിത്ത് ഇസ്രായേൽ ആൻഡ് ഖത്താർ. ഇത്രയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടാവും, അത് നമ്മൾ എടുക്കാം. മൂവിങ് ഓൺ, ഇതാണ് ഞങ്ങളുടെ സർവീസസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഓവർ ടു യു ജമാൽ. UAE നിക്ഷേപ അവസരങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് ദുബായ് എക്സ്പോ വളരെ ഈ വർഷം തന്നെ സാധ്യമാകുന്നു. ഇതിൽ ഒട്ടേറെ അവസരങ്ങൾ ഉണ്ട്. ഒപ്പം തന്നെ UAE ഏതൊക്കെ തരത്തിൽ നിക്ഷേപം നടത്താം, പുതിയ സംരംഭങ്ങളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ശ്രീ ജെയിംസ് മാത്യു നൽകിയത്. ഈ വെബിനാർ വീക്ഷിക്കുന്നവരോട് ഒരു അഭ്യർത്ഥന, ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചാറ്റ് ബോക്സിൽ ടെക്സ്റ്റ് മെസ്സേജായി അയക്കാവുന്നതാണ്. ഈ പ്രബന്ധങ്ങൾക്ക് ശേഷം ഈ സാമ്പത്തിക വിദഗ്ധർ ഇതിന് കൃത്യമായ ഉത്തരം നൽകും. അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വെബിനാർ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നിരവധി ആളുകൾ ഈ വെബിനാറുമായി സഹകരിക്കുന്നുണ്ട്. അകമഴിഞ്ഞ പിന്തുണയാണ് ഈ കൈരളി ന്യൂസ് സംഘടിപ്പിക്കുന്ന വെബിനാറിന് ലഭിച്ചിട്ടുള്ളത്. ബാങ്കിംഗ് രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഫെഡറൽ ബാങ്ക് ഈ വെബിനാറിനോട് സഹകരിക്കുന്നുണ്ട്. ഈ വെബിനാറിൽ ആശംസകൾ അറിയിക്കാൻ എത്തിയിട്ടുള്ളത് ഫെഡറൽ ബാങ്കിന്റെ ഓപ്പറേഷണൽ ഹെഡ് ബിനു തോമസ് ആണ്. അദ്ദേഹത്തെ ഈ സെമിനാറിലേക്ക് ആശംസകൾ അറിയിക്കാൻ ക്ഷണിക്കുന്നു. താങ്ക് യു ജമാലുദ്ദീൻ.
കൈരളി ന്യൂസ് സംഘടിപ്പിച്ചിട്ടുള്ള വെബിനാർ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ടൈംലി ആയിട്ടുള്ള ഒരു വെബിനാറാണ്. അതിൽ സഹകരിക്കാനും അതിനകത്ത് വരാനും സാധിച്ചതിൽ സന്തോഷമുണ്ട്. താങ്ക് യു സോ വെരി മച്ച്. ഒരു ബുദ്ധിമുട്ട് വരുമ്പം അതിനെ നമ്മൾ എങ്ങനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് അതാണ് നമ്മുടെ ബിസിനസ് നമുക്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ അതാണ്. അപ്പൊ അത്തരം ഒരു സിറ്റുവേഷനിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു വെബിനാറാണത്. വളരെ ടൈംലി ആയിട്ടുള്ള വെബിനാറാണ്. എല്ലാവിധ ആശംസകളും ഈ വെബിനാറിന്. ഫെഡറൽ ബാങ്കിന് UAE-യിൽ 2 റെപ്രസെന്റേറ്റീവ് ഓഫീസുകളുണ്ട്. ഒന്ന് അബുദാബിയിലും പിന്നെ ഒന്ന് ദുബായിലും. ഈ 2 റെപ്രസെന്റേറ്റീവ് ഓഫീസുകളുടെയും കൂടെ നമുക്ക് ഒരു 20 ഓഫീസേഴ്സ് ഇവിടെ GCC-യിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ബാങ്കിങ് സംബന്ധമായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും എന്ത് സംശയങ്ങൾക്കും ഈ ഓഫീസുകളും ഞങ്ങളുടെ ഓഫീസേഴ്സും മറുപടി പറയാനായിട്ട് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പം ഇതുപോലെ ബിസിനസ് സംരംഭങ്ങളിൽ എല്ലാത്തിനും എന്തെങ്കിലും ബാങ്കിങ് റിലേറ്റഡ് ആവശ്യങ്ങളൊക്കെ വരുമ്പം ഫെഡറൽ ബാങ്കിനെ ഓർക്കണമെന്ന് ഒരു ചെറിയ അഭ്യർത്ഥന. I have Arvind Karthikeyan. Arvind is നമ്മളുടെ ദുബായ് റെപ്രസെന്റേറ്റീവ് ഓഫീസിലെ ചീഫ് റെപ്രസെന്റേറ്റീവ് ഓഫീസറാണ് Arvind. I will request Arvind to present the address of Dubai and Abu Dhabi offices. നമസ്കാരം എല്ലാവർക്കും. ആദ്യം തന്നെ താങ്ക് യു ബിനു സർ. ആൻഡ് കൈരളി ടിവിക്കും കൈരളി ന്യൂസിനും ന്യൂ വിസ്താസിനും എന്റെയും ഫെഡറൽ ബാങ്കിന്റെയും എല്ലാവിധ ആശംസകളും. വളരെ സമയോചിതമായ ഒരു പരിപാടി തന്നെയാണ്. കാരണം അതോടൊപ്പം തന്നെ ഒത്തിരി ആൾക്കാരും ഒത്തിരി എമിറേറ്റ്സിൽ നിന്നും മറ്റു കൺട്രീസിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഫെഡറൽ ബാങ്കിന്റെ ആശംസകൾ. ആദ്യത്തെ സെഷൻ തന്നെ വളരെ UAE-യിൽ നിൽക്കുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. നന്ദി ജെയിംസ് സർ. ആൻഡ് നമ്മുടെ ബിൻ സാർ പറഞ്ഞ പോലെ നമുക്ക് 2 ഓഫീസാണുള്ളത്. അബുദാബിയിലും ദുബായിലുമായിട്ടാണ്. അബുദാബിയിലെ അൽഫല മുറൂർ റോഡിലും ദുബായിലെ നമ്മുടെ ബാങ്ക് സ്ട്രീറ്റിലുമായിട്ടാണ്. അഡ്രസ്സസ് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇനിയല്ല നമ്മുടെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ നമ്മുടെ റെപ്രസെന്റേറ്റീവ് ഓഫീസസിന്റെ ഡീറ്റെയിൽസും നമ്മുടെ ഓഫീസേഴ്സിന്റെ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് us for any banking requirements. So and best wishes for the program. Thank you. താങ്ക് യു ബിനു തോമസ് ആൻഡ് അരവിന്ദ്. UAE-യിലെ ഏതൊരു സംരംഭകനും മാർഗനിർദ്ദേശം നൽകാൻ, വേണ്ട സൗകര്യങ്ങൾ നൽകാൻ, സഹായങ്ങൾ നൽകാൻ നിരവധിയായ ഫ്രീ സോണുകളുണ്ട്. നേരത്തെ ശ്രീ ജെയിംസ് മാത്യു അക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ UAE-യിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഫ്രീ സോൺ ഉണ്ട്, ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോൺ. പ്രധാനമായും സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇത് വളരെ വ്യത്യസ്തമാണ്. മാത്രവുമല്ല, ഈ ഫ്രീ സോണിന് നേതൃത്വം കൊടുക്കുന്ന സുപ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നത് ഒരു മലയാളി ആണ് എന്നത് എല്ലാ മലയാളികൾക്കും ഏറെ അഭിമാനമുള്ള കാര്യമാണ്. മാത്രവുമല്ല, അനായാസം സംവദിക്കാൻ, കൂടുതൽ സൗകര്യങ്ങൾ നേടിയെടുക്കാൻ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉപകരിക്കും എന്നാണ് കരുതുന്നത്. ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോണിന്റെ ജനറൽ മാനേജർ ശ്രീ ജോൺസൺ ജോർജ് ഈ സെമിനാറിൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. താങ്ക് യു ജമാലുദ്ദീൻ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജോൺസൺ എം ജോർജ്. ഞാൻ UAE-യിലുള്ള ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോണിന്റെ ജനറൽ മാനേജറാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഈ വെബിനാറിൽ പങ്കെടുക്കാൻ അവസരം തന്ന കൈരളി TV-യോട് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. നമ്മുടെ ഇന്ത്യയുമായി, പ്രത്യേകിച്ച് കേരളവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സ്ഥലമാണ് ഇത്. UAE-യുമായി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബന്ധമുണ്ടെന്ന് എനിക്ക് അറിയാം. വളരെയധികം മലയാളികൾ ഇവിടെ ജോലി ചെയ്തും ബിസിനസ് ചെയ്തും ജീവിക്കുന്നുണ്ട്. ബിസിനസ് വളരുന്നത് പണം കൊണ്ടല്ല, കോൺഫിഡൻസ് കൊണ്ടാണ് എന്ന് എല്ലാവരും പറയും. അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ആണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. UAE-യെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യത്തെ കുറേ സ്ഥലപ്പേരുകൾ ദുബായ്, അബുദാബി, ഷാർജ ഇതൊക്കെയാണ്. അതുപോലെ എനിക്കറിയാം ഉമ്മുൽ ഖുവൈൻ എന്ന് പറഞ്ഞ ആ സ്ഥലം പലരും കേട്ട് കാണത്തില്ലായിരിക്കാം. UAE-യിലുള്ള 7 എമിറേറ്റുകളിൽ ഒന്നാണ് ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോൺ. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഉദ്ദേശം 3/4 മണിക്കൂർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖ മേഖലയാണ് ഉമ്മുൽ ഖുവൈൻ. ഇവിടുത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയാണ് ഞാൻ ഹെഡ് ചെയ്യുന്ന ഉമ്മുൽ ഖുവൈൻ ഫ്രീ ട്രേഡ് സോൺ. 1987 സ്ഥാപിതമായ ഈ എക്കണോമിക് സോണിന്റെ ഏരിയ ഉദ്ദേശം 30 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ്. ഇവിടെ
150-ൽ പരം രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 8,500-ഓളം കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏതാണ്ട് 1000-ൽ പരം കമ്പനികൾ മലയാളികളുടേതായിട്ട് ഉണ്ട്. ജെയിംസ് സാറ് വളരെ വിശദമായിട്ട് സംസാരിച്ചായിരുന്നു പല രീതിയിലും UAE-ൽ കമ്പനി ഫോം ചെയ്യാമെന്നുള്ളത്. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഉമ്മൽകോയിൻ ഫ്രീ സോണിൽ എന്തിനാണ് കമ്പനി ഫോം ചെയ്യുന്നതെന്നും അതിൻ്റെ ആ ഫോർമാലിറ്റീസും ഒക്കെയാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരു ഫ്രീ സോണിൽ കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഫോറിനർക്ക്, ഒരു വിദേശിക്ക് 100% ഓണർഷിപ്പിൽ കമ്പനി ഫോം ചെയ്യാൻ സാധിക്കും. മറ്റ് സ്പോൺസറിൻ്റെയോ ലോക്കൽ എമിറാത്തി സ്പോൺസറിൻ്റെയോ പാർട്ട്ണറിൻ്റെയോ ഒന്നും ആവശ്യമില്ല. കൂടാതെ ടാക്സസ്, ഡ്യൂട്ടീസ് എന്നിവയിൽ നിന്നെല്ലാം ഇളവുകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് രാജ്യത്തു നിന്നുള്ള എംപ്ലോയീസിനെയും എംപ്ലോയ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ലോക്കൽ എമിറേറ്റ്സിലെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യണമെന്നോ അങ്ങനെയുള്ള യാതൊരു റെസ്ട്രിക്ഷൻസും നിബന്ധനകളും ഒന്നുമില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സസ് 100% ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡ്യൂട്ടി എക്സംഷൻ. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. UAE-ൽ ഏതാണ്ട് 30-ൽ പരം ഫ്രീ സോണുകളുണ്ട്. അവയിൽ നിന്ന് ഉമ്മൽകോയിൻ ഫ്രീ സോൺ വ്യത്യസ്തമാകുന്നത് പ്രധാനമായും കോസ്റ്റ് ഫാക്ടേഴ്സിൽ ആണ്. വളരെ ചിലവ് കുറഞ്ഞ 1.25 ലക്ഷം ഇന്ത്യൻ തുടങ്ങുന്ന ബിസിനസ് ലൈസൻസ് പാക്കേജുകൾ മുതൽ ഉമ്മൽകോയിൻ ഫ്രീ സോണിൽ ലഭ്യമാണ്. ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും സപ്പോർട്ടും ഇവിടെ ലഭ്യമാണ്. വിസ അസിസ്റ്റൻസ് ആയാലും IT ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഓഫീസസ് അല്ലെങ്കിൽ മീറ്റിംഗ് റൂംസ് അല്ലെ കോൺഫറൻസ് റൂംസ് തുടങ്ങി മോഡേൺ ഇൻഫ്രാസ്ട്രക്ചറുകൾ മുതൽ വലിയ സംരംഭകർക്ക് ആവശ്യമായ വെയർഹൗസുകളും ലാൻഡും ഈവൻ സീപോർട്ടും എല്ലാം ഉമ്മൽകോയിൻ ഫ്രീ സോണിൽ ലഭ്യമാണ്. അതായത് സ്റ്റാർട്ടപ്പുകൾക്കും ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുന്നവർക്കും ഒരുപോലെ സപ്പോർട്ട് നൽകുന്ന ഒരു ഫ്രീ സോണാണ് ഉമ്മൽകോയിൻ ഫ്രീ സോൺ. ഞങ്ങളുടെ ഒരു പ്രധാനമായ സവിശേഷത എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ട്രാൻസ്പെറൻസിയിലാണ്. വി ബിലീവ് ഒരു ബിസിനസ് സംരംഭം തുടങ്ങുക, ഒരു ഇൻവെസ്റ്റ്മെന്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ബിലീവ് ഇറ്റ്സ് എ സ്റ്റാർട്ട് ഓഫ് എ റിലേഷൻ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ച ആൾക്കാരെ കൊണ്ട് ഇവിടെ ബിസിനസ് സംരംഭം തുടങ്ങുക എന്നുള്ളതല്ല. നാളെ നമ്മൾ ഇതൊരു റിലേഷൻ ഗ്രോ ചെയ്യുകയാണ്. അപ്പം അതിന് വേണ്ടിയ ട്രാൻസ്പെറൻസി കാണണം. നമ്മൾ പറയുന്ന ഫീസ് ആണെങ്കിലും റിക്വയർമെന്റ്സ് ആണെങ്കിലും എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ ഒരു പോയിന്റ്. പിന്നെ അടുത്ത നമ്മുടെ ഒരു സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോച്ചബിലിറ്റി ആണ്. എനിബഡി ക്യാൻ approach us directly and we have access anybody, not only me. എല്ലാവർക്കും ഫ്രീ സോണിൽ അപ്രോച്ചബിൾ ആണ്. ആരെ മീറ്റ് ചെയ്യാനും യാതൊരുവിധ തടസ്സങ്ങളും ഒന്നും ഇല്ല. ഉമ്മൽകോയിൻ ഫ്രീ സോണിൽ നമ്മൾ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട്, ബിസിനസ് ഇന്നോവേഷൻ സെന്റേഴ്സ് ഉണ്ട്, പിന്നെ ഈ ബിസിനസ് മാച്ച് മേക്കിംഗ് B2B പ്ലാറ്റ്ഫോംസ്, ഇതെല്ലാം ക്ലയൻസിന്റെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഫ്രീ സോണിൽ ഉണ്ട്. ഇവിടുത്തെ കമ്പനി ഫോർമേഷൻ പ്രൊസീജിയേഴ്സ് വളരെ സിമ്പിൾ ആണ്. വി ക്യാൻ ഓപ്പൺ ദ കമ്പനി ഈവൻ ഇൻ 24 hours ടൈം. അതും ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട്, നമ്മുടെ വീട്ടിൽ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ആൾക്കാർക്ക് കമ്പനി ഫോം ചെയ്യാം. ഇവിടെ UAE-ലേക്ക് വരണമെന്ന് തന്നെ ഇല്ല. അതുപോലെ തന്നെ നേരിട്ട് കമ്പനി ഫോം ചെയ്യാം. ഓഫ് കോഴ്സ് ജെയിംസ് മാത്യു സാർ പറഞ്ഞ പോലെ ഒരു കൺസൾട്ടന്റിന്റെ അഡ്വൈസ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. എങ്കിലും നേരിട്ടും നിങ്ങൾക്ക് കമ്പനി ഫോം ചെയ്യുന്നതിന് യാതൊരു തടസ്സങ്ങളും ഇല്ല. കമ്പനി ഫോം ചെയ്തതിന് ശേഷം ഉള്ള സഹായങ്ങളും ഞങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അതായത് എംപ്ലോയ്മെന്റ് വിസ, ഇൻവെസ്റ്റർ വിസ, ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ്, അതുപോലെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ, ഇങ്ങേയറ്റം ഡ്രൈവിംഗ് ലൈസൻസ് വരെ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ കയറി ഇറങ്ങുക ഒന്നും വേണ്ട. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് നമ്മുടെ ഫ്രീ സോണിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് യു ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ യുവർ ബിസിനസ്, ഡു യുവർ ബിസിനസ്, അത്രേ ഉള്ളൂ. അല്ലാതെ ബിസിനസിന്റെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെന്റുകളിലും കയറി ഇറങ്ങി ബുദ്ധിമുട്ടേണ്ട യാതൊരു കാര്യവുമില്ല. ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന മറ്റൊരു ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് പറയുന്നത്.
ചുരുക്കത്തിൽ ഏറ്റവും വേഗത്തിൽ ഈസി ആയിട്ട് നാട്ടിൽ നിന്ന് ഇരുന്ന് പോലും കമ്പനി തുടങ്ങാൻ പറ്റുന്ന നടപടിക്രമങ്ങളാണ്. ചിലവ് ഏറ്റവും കുറച്ച് സുതാര്യമായിട്ട് മറ്റ് ഹിഡൻ ചിലവുകളോ കണ്ടീഷൻസോ ഇല്ലാതെ നേരിട്ട് ബിസിനസ് തുടങ്ങാനുള്ള അവസരം. ഇതാണ് ഉമ്മൽ കോയിൻ ഫ്രീ സോൺ ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ഓപ്പറേഷൻസിനുള്ള സപ്പോർട്ട്, ബിസിനസ് ഡെവലപ്മെന്റിനുള്ള സപ്പോർട്ടുകൾ, ഇതൊക്കെയാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. ഒരു ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ, ചുവപ്പ് നാടകളോ അനാവശ്യ ചെക്കിങ്ങുകളോ ഒന്നുമില്ലാതെ മാസത്തിൽ 25 ദിവസമെങ്കിലും തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു 30 കിലോമീറ്ററിനുള്ളിൽ ഗ്ലോബൽ ബയേഴ്സിനെയും സെല്ലേഴ്സിൻ്റെയും നെറ്റ്വർക്കിംഗ് സാധ്യത നൽകുന്ന ഞങ്ങളുടെ ഫ്രീ സോണിലേക്ക് നിങ്ങളെ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജോൺസൺ ജോർജ്. ഉമ്മൽ കോയിൻ ഫ്രീ സോണിന്റെ സാധ്യതകളാണ് ജോൺസൺ ജോർജ് പരിചയപ്പെടുത്തിയത്. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും ഈ വെബിനാറിന്റെ പ്രബന്ധങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ UAE-യുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഉമ്മൽ കോയിൻ ഫ്രീ സോണുമായി ബന്ധപ്പെട്ടും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ അത് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഈ പ്രബന്ധങ്ങളുടെ അവതരണത്തിന് ശേഷം അതിന് കൃത്യമായ മറുപടി നൽകുന്നതാണ്. ഏതായാലും ഉമ്മൽ കോയിൻ ഫ്രീ സോണിൽ നിന്ന് ഉമ്മൽ കോയിൻ ഫ്രീ സോണിന്റെ തലപ്പത്ത് ഒരു മലയാളി ഉണ്ട് എന്നതുകൊണ്ട് കൂടുതൽ ഇളവുകൾ, ആനുകൂല്യങ്ങൾ മലയാളി സംരംഭകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ ഭാവിയിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഈ വെബിനാർ ന്യൂ വിസ്താസ് അടുത്ത പ്രബന്ധത്തിലേക്ക് പോവുകയാണ്. സൗദി അറേബ്യയിൽ നിന്ന് പ്രബന്ധം അവതരിപ്പിക്കാൻ പങ്കുചേരുന്നത് ശ്രീ അഹമ്മദ് കബീറാണ്. വാണിജ്യ വ്യവസായ രംഗത്ത് ഇനിയും വേണ്ടത്ര ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന പ്രദേശമാണ് സൗദി അറേബ്യ എന്ന് നമുക്കറിയാം. സൗദി അറേബ്യയിലാണെങ്കിൽ സാമൂഹ്യപരമായും സാംസ്കാരികപരമായും കലാപരമായും ഒട്ടേറെ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംരംഭക സ്ഥാപനങ്ങൾക്ക് വലിയ അവസരമാണ് സൗദി അറേബ്യ തുറന്നിടുന്നത്. അറബ് ആതിഥ്യത്തിന്റെ മഹനീയ മാതൃകകളുമായാണ് സൗദി അറേബ്യ സംരംഭകരെ മാടി വിളിക്കുന്നത്. സൗദി അറേബ്യയുടെ നിക്ഷേപ അവസരങ്ങൾ, സംരംഭക അവസരങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ശ്രീ അഹമ്മദ് കബീർ. ലോകത്തിലെ നിരവധി പ്രശസ്തമായ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി മാർഗനിർദ്ദേശം നൽകിയ വ്യക്തിയാണ് ശ്രീ അഹമ്മദ് കബീർ. സൗദിയിലെ വാണിജ്യ രംഗത്തെ സുപരിചിത നാമമാണ് ഈ സാമ്പത്തിക വിദഗ്ധൻ. സൗദി അരാംകോയുടെ സബ്സിഡറി കമ്പനികൾക്ക് ബിസിനസ് കൺസൾട്ടന്റായി യൂറോപ്പിലും പാരീസിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. റോൾസ് റോയ്സിന്റെ കൺസൾട്ടന്റായി നെതർലാൻഡ്സിലും നോർവേയിലും അദ്ദേഹം സേവനം നടത്തിയിട്ടുണ്ട്. റിയാദ് ആസ്ഥാനമായി IT രംഗത്ത് നിരവധി സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ അഹമ്മദ് കബീറിനെ പ്രബന്ധം അവതരിപ്പിക്കാൻ സൗദി അറേബ്യയിലെ നിക്ഷേപാവസരങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു ജമാൽ. താങ്ക് യു കൈരളി TV. ഈ അവസരം നമുക്ക് സൗദി അറേബ്യയിൽ ഉള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് എത്രത്തോളം നമുക്ക് പ്രയോജനകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയും നമുക്കൊരു അവലോകനം നടത്താം. ഇതില് ആദ്യമേ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമേ നമുക്ക് സൗദി അറേബ്യ ഒന്ന് പരിചയപ്പെടാം. എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്കും മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ UAE-യും അതിനോട് ചുറ്റിപ്പെട്ട സ്ഥലങ്ങളുമാണ്. പക്ഷേ ജെയിംസ് പ്രസന്റ് ചെയ്തതുമാതിരി ഇപ്പം ലാൻഡ് മാസിലാണെങ്കിലും മൊത്തം ഏരിയയിലാണെങ്കിലും സൗദി അറേബ്യയാണ് GCC രാജ്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അത് വലിപ്പത്തില് ഏതാണ്ട് ഇന്ത്യയുടെ 3/2 വലിപ്പമുള്ള രാജ്യമാണ്. GCC രാജ്യങ്ങളുടെ മൊത്തം ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 65% സൗദി അറേബ്യയാണ്. പക്ഷെ ജനസംഖ്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ 3% ജനസംഖ്യ മാത്രമേ ഉള്ളൂ സൗദി അറേബ്യയിലുള്ളൂ. പക്ഷെ GCC രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 65% ആൾക്കാർ GCC രാജ്യങ്ങളിലുള്ള ആൾക്കാർ സൗദി അറേബ്യയിലാണ് താമസിക്കുന്നത്. അതായത് ഏതാണ്ട് 3.5 കോടിയോളം ആൾക്കാർ, കേരളത്തിന് തുല്യമായിട്ടുള്ള ജനസംഖ്യയാണ് സൗദി അറേബ്യയിലുള്ളത്. പിന്നെ ഉള്ളത് സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ.
ഇന്ത്യയുടെ വെറും 3% മാത്രം GDP ഉള്ള 3% മാത്രം ജനസംഖ്യയുള്ള സൗദി അറേബ്യയിൽ GDP എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏതാണ്ട് 28%. നേരെ തിരിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ പെർ ക്യാപിറ്റ GDPയുടെ ഏതാണ്ട് 10 ഇരട്ടിയാണ് സൗദി അറേബ്യയുടെ പെർ ക്യാപിറ്റ GDP. ഇപ്പൊ ഓയിൽ എടുക്കുകയാണെങ്കിൽ തന്നെയും ലോകത്തിലെ മൊത്തം ഓയിൽ പ്രൊഡക്ഷന്റെ 12% സൗദി അറേബ്യയിലാണ് ഉള്ളത്. അതായത് മൊത്തം GCC രാജ്യങ്ങളുടെ ഓയിൽ പ്രൊഡക്ഷന്റെ 55% സൗദി അറേബ്യയിലാണ്. അപ്പം നമ്മൾ പറഞ്ഞ മാതിരി സൗദി അറേബ്യ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഫോഴ്സ് ആണ്. ഇവിടെ പ്രധാനമായിട്ടും ഇപ്പൊ നമ്മളിപ്പോ 3 റീജിയൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റേൺ റീജിയൻ, സെൻട്രൽ റീജിയൻ, വെസ്റ്റേൺ റീജിയൻ, ഈ ഭാഗങ്ങളിലായിട്ടാണ് സൗദി അറേബ്യയിലെ കൂടുതൽ പോപ്പുലേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഈസ്റ്റേൺ റീജിയൻ പ്രധാനമായിട്ടും അരാംകോയും സാബിക്കും. അത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കമ്പനി. അരാംകോ ആണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള 3 കമ്പനികളിൽ ഒന്നാണ് അരാംകോ. $2 ട്രില്യൺ വില മതിക്കുന്ന 3 കമ്പനികളെ ലോകത്തിലുള്ളൂ, മൈക്രോസോഫ്റ്റും ആപ്പിളും അരാംകോയും. അപ്പൊ അത്ര വളരെ വലിയ ഒരു കമ്പനിയാണ്. ഏതാണ്ട് 50,000-ഓളം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അരാംകോ. അതേമാതിരി തന്നെ സാബിക്കാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കെമിക്കൽ കമ്പനിയാണ്. ലോകത്തിലെ പ്ലാസ്റ്റിക് പ്രൊഡക്ഷന്റെ പ്രധാന പങ്കും ഉണ്ടാക്കുന്നത് സാബിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനോട് ബന്ധപ്പെട്ട ബിസിനസ്സാണ് നമ്മൾ ഈസ്റ്റേൺ പ്രോവിൻസിൽ നടക്കുന്നത്. സെൻട്രൽ പ്രോവിൻസ് ആണെങ്കിൽ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് സ്പെൻഡിങ്ങും വളരെ ക്രിട്ടിക്കലാണ്. എന്ന് പറഞ്ഞാൽ ഈ 3% മാത്രം ഇന്ത്യയുടെ പോപ്പുലേഷനുള്ള സൗദി അറേബ്യയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏതാണ്ട് 55%. ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റ് സ്പെൻഡിങ് ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ $490 ബില്യൺ ആണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയുടെ ഏതാണ്ട് $265 ബില്യൺ. അപ്പൊ അതിന്റെ ഒരു പ്രധാന പങ്കും ഇത് നടക്കുന്നത് റിയാദ് അല്ലെന്നുണ്ടെങ്കിൽ സെൻട്രൽ പ്രൊവിൻസിലുള്ള റിയാദ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സിറ്റിയോട് അനുബന്ധപ്പെട്ട ബിസിനസ്സുകളിലും ബാക്കി കാര്യങ്ങളിലുമാണ് നടക്കുന്നത്. പിന്നെയുള്ള വെസ്റ്റേൺ റീജിയണിലേക്കാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് സിറ്റിയാണ്. മക്ക മദീന റീജിയനിൽ പെട്ടതാണ്. ടൂറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ബിസിനസിന്റെ ഏതാണ്ട് ഒരു സ്പ്രെഡ് ഈ 3 സിറ്റികളും നമ്മൾ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു ബിസിനസിനെ പറ്റി നമ്മൾ ഒരു അവലോകനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രധാന ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ജനറൽ ട്രേഡിങ്, 2ാമത് ഇൻഡസ്ട്രി, 3ാമത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ, 4ാമത് ടെക്നോളജി, 5ാമത് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ. അപ്പം ജനറൽ ട്രേഡിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൗദി അറേബ്യ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ട്രേഡിംഗ് ഹബ്ബാണ്. പ്രത്യേകിച്ചും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ഈസ്റ്റേൺ രാജ്യങ്ങളിലെ ബന്ധപ്പെടുത്തുന്ന ഒരു പ്രധാന കണ്ണിയാണ് സൗദി അറേബ്യ. ഇപ്പം ലോക്കൽ നമ്മൾ റീറ്റെയിൽ ട്രേഡിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ലുലു, സെൻട്രൽ പോയിന്റ്, നെസ്റ്റോ, ഇതേമാതിരിയുള്ള പല റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെയും ഒരു പ്രധാന പങ്കും ബിസിനസ് നടത്തുന്നത് സൗദി അറേബ്യയിലാണ് നടത്തുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇത് സൗദി അറേബ്യ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്നുള്ളത്. പക്ഷെ അത് ശരിയല്ല. മിക്കവാറും എല്ലാ കൺസ്യൂമർ ഗുഡ്സും സൗദി അറേബ്യയിൽ ഉണ്ടാക്കുന്നതും അത് മറ്റ് GCC കണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള ഒരു ദീമ എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ് കമ്പനി 65 രാജ്യങ്ങളിലേക്ക് അവരുടെ ബിസ്ക്കറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ഫുഡ് പ്രോസസ്സിംഗിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡയറി ഫാമിൽ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് സൗദി അറേബ്യയാണ്. അതേമാതിരി ലോകത്തിൽ 2ാമത്തെ ഏറ്റവും വലിയ പ്രോൺസ് ഫാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിലാണ്. മിക്ക മെഡിക്കൽ ഐറ്റംസും സൗദി അറേബ്യക്ക് വേണ്ടത് സൗദി അറേബ്യ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽസ് എടുക്കുകയാണെങ്കിൽ മിക്ക മെറ്റൽ ഐറ്റംസും, അത് അയൺ ആൻഡ് സ്റ്റീൽ ആണെങ്കിലും കോപ്പർ ആണെങ്കിലും ഈവൻ ഗോൾഡ് പ്രൊഡക്ഷൻ, അലൂമിനിയം പ്രൊഡക്ഷൻ, ഇതെല്ലാം സൗദി അറേബ്യയിൽ വളരെ കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിന്റിംഗ് ആൻഡ് പാക്കേജ്, മിക്ക ഇൻഡസ്ട്രിയും ഇവിടെ വളരെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യും. വലിയ ഇൻഡസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ കെമിക്കൽസ് അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സിൽ ഒന്നാണ് സൗദി അറേബ്യ, ഇൻക്ലൂഡിങ് സാബിക്ക്, പ്ലാസ്റ്റിക്കും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളൂ. പിന്നെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വളരെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ് സൗദി അറേബ്യയിലുള്ളത്. ഫോർ എക്സാമ്പിൾ ഈജിപ്തിനോടും ജോർദാനിനോടും ചേർന്ന് കിടക്കുന്ന നോർത്ത് വെസ്റ്റേൺ റീജിയണിൽ നിയോം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സിറ്റി തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. $500 ബില്യൺ
മുടക്കിക്കൊണ്ട്. വേറൊരു വലിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് റെയിൽവേ പ്രോജക്റ്റ് ആണ്. ഇപ്പൊ ഓരോ പ്രധാന സിറ്റീസിലും, ഈസ്റ്റേൺ പ്രൊവിൻസ്, സെൻട്രൽ പ്രൊവിൻസിൽ, ജദ്ദ റീജിയൺ, ഇവിടെ എല്ലാം മെട്രോയും റെയിൽവേ സ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. റിയാദ് മെട്രോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹറമൈൻ റെയിൽവേ എന്നുള്ള പേരിൽ മക്ക മദീന കണക്ട് ചെയ്തുകൊണ്ടുള്ള റെയിൽവേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നാഷണൽ റെയിൽവേ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇതേമായി റെയിൽവേയുടെ ഇത് വളരെ കൂടുതലാണ്. ഇന്നലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് സൗദി അറേബ്യ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അനൗൺസ് ചെയ്ത പ്രകാരം പാസഞ്ചർ ട്രാഫിക് ബൈ 2030 3 ഇരട്ടിയാക്കാനുള്ള ശ്രമമാണ്. അത് $133 ബില്യൺ മുടക്കിക്കൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ് സൗദി അറേബ്യയിൽ. ഇപ്പൊ ടെക്നോളജി ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്ലോബൽ ഫിനാൻസ് എന്നും പറഞ്ഞുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ടെക്നോളജി ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ സൗദി അറേബ്യ 42ാമത്തെ റാങ്കാണ്. അതായത് മോസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജി കൺട്രീസിൽ സൗദി അറേബ്യയുടെ റാങ്ക് 42. അത് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റഷ്യ 46ഉം ഇന്ത്യ 60ഉമാണ്. അപ്പൊ എത്രത്തോളം കൂടുതൽ സൗദി അറേബ്യ ടെക്നോളജിക്കലായിട്ട് മുന്നിലാണെന്നുള്ളത് അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. ഓരോ കൊല്ലവും $40 ബില്യൺ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിക്ക് വേണ്ടി സൗദി അറേബ്യ സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഹെൽത്ത് കെയർ സെഗ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആസ്ട്ര അടക്കം ഇവിടെയുള്ള ഹോസ്പിറ്റൽസും ബാക്കി കാര്യങ്ങളും നടത്തുന്നുണ്ട്. അതൊരു മേജർ ഏരിയ ആണ്. പിന്നെ ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഏരിയ എഡ്യൂക്കേഷൻ സ്പെൻഡിങ് ആണ്. ഇന്ത്യയുടെ ഏതാണ്ട് 3% മാത്രം പോപ്പുലേഷൻ ഉള്ള സൗദി അറേബ്യയില് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ ടോട്ടൽ സ്പെൻഡിങ്ങിന്റെ 90% സൗദി അറേബ്യ സ്പെൻഡ് ചെയ്യുന്നത് ഈ 3% ആൾക്കാർക്ക് വേണ്ടി. അപ്പൊ ഈ അതായത് മൊത്തം GDPയുടെ 18% സൗദി അറേബ്യ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ചെലവാക്കുന്നുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് സൗദി അറേബ്യയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്നതെന്ന പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് മറ്റ് GCC രാജ്യങ്ങളെ കൂട്ട അല്ലെങ്കിൽ മറ്റ് പല GCC UAE അതേമാതിരിയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ഈസി അല്ല സൗദി അറേബ്യയിൽ വന്ന് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട്. പക്ഷെ അതിന് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. ഒന്ന്, അൺനെസറി കോമ്പറ്റീഷൻ അത് അവോയ്ഡ് ചെയ്യും. ഇവിടെ ഒരു സ്ക്രീനിങ് നടത്തി എലിജിബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ ഉള്ളൂ സൗദി അറേബ്യ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്വന്തം ഓണർഷിപ്പിൽ ബിസിനസ് നടത്താനുള്ള അവസരം കൊടുക്കുന്നുള്ളൂ. അതിന്റെ പ്രധാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ സൗദി അറേബ്യൻ ജനറൽ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി അല്ലെങ്കിൽ സാഗിയ എന്നുള്ള പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പക്ഷെ അതിൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്വാളിഫിക്കേഷൻ ചില ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന്, പുറത്ത് മിനിമം 3 കൊല്ലം പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ കമ്പനിയോ പേറ്റന്റോ അതേമാതിരിയുള്ള സ്പെഷ്യൽ ക്രെഡൻഷ്യൽസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് സാഗിയയിൽ വന്ന് 100% ഓണർഷിപ്പിൽ ഇവിടെ ബിസിനസ് തുടങ്ങാം. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. വിസയും ബാക്കിയുള്ള എല്ലാ ഫോർമാലിറ്റീസും ചെയ്തു കൊടുക്കും. പിന്നെയുള്ള പല മെത്തേഡുകളുണ്ട്. ഒന്ന്, ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റിയുടെ കീഴിലുള്ള സ്പെഷ്യൽ പർപ്പസ് കമ്പനിയായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായിട്ട് ഇത് ചെയ്യാം. പക്ഷെ അതിന് ഒരു ലോക്കൽ പാർട്ട്ണർ വേണം, ഒരു മൈനോറിറ്റി ഷെയർ ഹോൾഡർ ആണെങ്കിൽ കൂടി. പക്ഷെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ സെക്യൂർ ആയിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ കൂടുതൽ ബിസിനസ്സുകാരും ബിസിനസ് ചെയ്യുന്ന മാതിരി ഇവിടെയുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനുമായിട്ടുള്ള എഗ്രിമെന്റ് ബേസിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിലും വളരെ സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ നമുക്കിവിടെ ബിസിനസ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വർക്കൗട്ട് ചെയ്യുക. പക്ഷെ ഇവിടെയുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് വളരെ വളരെ കൂടുതലാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ നമുക്ക് ഇത് ബിസിനസ് നടത്താൻ പറ്റും. അത് ഇത്രയും കാലമായിട്ട് ജമാലും മറ്റുള്ളവരും പറഞ്ഞ മാതിരി കഴിഞ്ഞ പല പതിറ്റാണ്ട് കാലമായിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമുക്ക് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും വളരെ കൂടുതൽ അവസരമുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ.
അത് നമ്മൾ പ്രോപ്പറായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി. യെസ് ജമാൽ. നന്ദി ശ്രീ അഹമ്മദ് കബീർ. ഇനിയും വാണിജ്യ രംഗത്ത് ഒട്ടേറെ അവസരങ്ങളാണ് സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല വലിയ ഒരു മാറ്റത്തിന്റെ എല്ലാ തരത്തിലും സാമൂഹികമായും മറ്റെല്ലാ തരത്തിലും വലിയ ഒരു മാറ്റത്തിന്റെ പാതയിലാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ സൗദിയിലേക്ക് പോകാം എന്ന് തന്നെയാണ് ശ്രീ അഹമ്മദ് കബീർ പറഞ്ഞു വെച്ചത്. ഈ വെബിനാറുമായി നിരവധി ആളുകൾ സഹകരിക്കുന്നുണ്ട്. അകമഴിഞ്ഞ പിന്തുണയാണ് ഈ വെബിനാറിന് കൈരളി ന്യൂസ് അവതരിപ്പിക്കുന്ന ന്യൂ വിസ്താസ് എന്ന വെബിനാറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെബിനാറുമായി സഹകരിക്കുന്ന ഒരു യു എയിലെ ഏറ്റവും പ്രശസ്തമായ ബിസിനസ് സർവീസ് സെന്റർ സ്ഥാപനമാണ് ഫാസ്റ്റ് ബിസിനസ് സർവീസ്. ഫാസ്റ്റ് ബിസിനസ് സർവീസിന്റെ മാനേജിംഗ് ഡയറക്ടർ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഗഫൂർ ഷാസ് ഈ വെബിനാറിൽ ആശംസകൾ അറിയിക്കാൻ എത്തിയിട്ടുണ്ട്. ഗഫൂർ ഷാസിനെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഗഫൂർ ഷാസ് 14 വർഷങ്ങളായി ദുബായിൽ ബിസിനസ് സെറ്റപ്പ് കമ്പനി നടത്തി വരുന്നു. വലുതും ചെറുതുമായിട്ട് ഏകദേശം ഒരു 1500-ൽ പരം കമ്പനികൾ ഫാസ്റ്റ് ബിസിനസ് ത്രൂ യു എയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫാസ്റ്റ് ബിസിനസ് സർവീസിന്റെ ഒരു പ്രത്യേകത വളരെ ഏറ്റവും നല്ല ഒരു റേറ്റിൽ പുതിയ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതായിട്ടുള്ള സ്പേസ് നമ്മൾ അവർക്ക് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അത് മാത്രമല്ല അവർക്ക് നൽകി വരികയും ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട്. ഇനി ആർക്കെങ്കിലും ഒരു ബിസിനസ് സംബന്ധമായിട്ട് എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഫാസ്റ്റ് ബിസിനസ് സർവീസിനെ ബന്ധപ്പെടാവുന്നതാണ്. സേവനം അത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ 14 വർഷമായിട്ടും ഒരേ ബിൽഡിങ്ങിൽ തന്നെ, ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ കിസൈസിൽ അൽഹിലാൽ ബാങ്ക് ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ഫാസ്റ്റ് ബിസിനസ് സർവീസിന്റെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ലോക്കൽ DD ലൈസൻസ് അല്ലാതെ തന്നെ ഇപ്പോൾ ഉമ്മുൽ ഫ്രീ സോൺ അടക്കമുള്ള എല്ലാ ഫ്രീ സോൺ അതോറിറ്റീസിന് വേണ്ടിയിട്ടും ഞങ്ങൾ എന്താകുന്നുണ്ട്, ഞങ്ങൾ ത്രൂ ലൈസൻസ് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സേവനങ്ങളും ഞങ്ങൾ നൽകി വരുന്നുണ്ട്. താങ്ക് യു. വളരെ നന്ദി ഗഫൂർ ഷാ ഈ വെബിനാറുമായി സഹകരിക്കുന്നതിൽ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രബന്ധങ്ങളിൽ, ഈ നിക്ഷേപ അവസരങ്ങളിൽ ഉള്ള സംശയങ്ങൾ ആളുകൾക്ക് ചാറ്റ് ബാക്സിലൂടെ ടെക്സ്റ്റ് മെസ്സേജ് നൽകാം. അതിനുള്ള മറുപടി ഞങ്ങൾ ഈ സാമ്പത്തിക വിദഗ്ധർ നൽകുന്നതാണ്. നമുക്കൊരു സർപ്രൈസ് അല്ലെങ്കിൽ സന്തോഷ വാർത്ത പ്രതീക്ഷിക്കാം എന്നാണ് അല്പസമയം മുമ്പ് ഉമ്മുൽ ഫ്രീ സോണിന്റെ ജോൺസൺ ജോർജ് പേഴ്സണലായി ഒരു മെസ്സേജ് അയച്ചത്. അതെന്താണെന്ന് അല്പസമയത്തിനകം അറിയാം എന്നാണ് പറയുന്നത്. സംരംഭകർക്ക്, ഈ വെബിനാറിൽ പങ്കെടുക്കുന്നവർക്ക് കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഈ വെബിനാർ അടുത്ത സെഷനിലേക്ക് നീങ്ങുകയാണ്. ഖത്തറിലെ നിക്ഷേപ അവസരങ്ങൾ, വാണിജ്യ അവസരങ്ങളാണ് അടുത്തതായി ചർച്ച ചെയ്യപ്പെടുന്നത്. സാമ്പത്തിക രംഗത്ത് അതിവേഗം മുന്നേറുന്ന രാജ്യമാണ് ഖത്തർ. എല്ലാ പ്രതിസന്ധികളെയും അവസരങ്ങളാക്കി മാറ്റിയ എണ്ണമറ്റ വികസന പദ്ധതികളിലൂടെ ഈ രാജ്യം, ഈ കൊച്ചു രാജ്യം അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. ദോഹ ബാങ്ക് പോലുള്ള ലോകത്തിലെ എണ്ണപ്പെട്ട സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ഒക്കെ തന്നെ ഖത്തറിന്റെ അഭിമാന സ്തംഭങ്ങളാണ്. 2022 വേൾഡ് കപ്പിനായി അതിവേഗം തയ്യാറെടുക്കുകയാണ് ഖത്തർ. അതുകൊണ്ട് തന്നെ നിരവധി അവസരങ്ങളാണ് ഖത്തർ സംരംഭകർക്കായി മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധികളെയും അവസരങ്ങളെയും കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന മലയാളികൾക്ക് ഇനിയും ഖത്തറിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കാറുണ്ട്. ഖത്തറിൽ ഒരുപാട് സംരംഭങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഖത്തറിലെ നിക്ഷേപ അവസരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ പ്രശസ്തമായ മോറിസൺ മേനോൻ ചാർട്ടേഡ് അക്കൗണ്ട് ആൻഡ് പാർട്ട്നേഴ്സിന്റെ മാനേജിംഗ് പാർട്ണറായ കുര്യൻ കുര്യാക്കോസ് ആണ്. ഖത്തറിലെ ബിസിനസ് മേഖലയിലെ പ്രമുഖ വ്യക്തിത്വമാണ് കുര്യൻ കുര്യാക്കോസ്. 3 പതിറ്റാണ്ടിലേറെയായി ബിസിനസ് കൺസൾട്ടൻസി രംഗത്തും ഓഡിറ്റ്, ഫൈനാൻസ് രംഗത്തും അദ്ദേഹത്തിന്റെ
സവിശേഷമായ സാന്നിധ്യമുണ്ട്. ഏവിയേഷൻ, ബാങ്കിംഗ്, മാനുഫാക്ചറിംഗ് രംഗത്തും തനതായ മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് കുര്യൻ വി കുര്യാക്കോസ്. കുര്യൻ വി കുര്യാക്കോസിനെ ഈ വെബിനാറിലേക്ക് ഖത്തറിന്റെ സാധ്യതകൾ പരിചയപ്പെടുത്താൻ വേണ്ടി ക്ഷണിക്കുന്നു. Thank you, Jamaluddin. Welcome to this session on Qatar. I'm trying to share my screen. I hope you are seeing my screen now. 2022 FIFA World Cup ആദ്യമായി ഈ ഫുട്ബോൾ മാമാങ്കം നടത്തി ഖത്തർ ചരിത്രം സൃഷ്ടിക്കുന്നു. ഇത് ഒരു തരത്തിലും നിസ്സാരമായി കാണാവുന്ന ഒരു നേട്ടമല്ല. ഖത്തർ അതിന് അർഹമായ ശ്രദ്ധ പിടിച്ചെടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഖത്തർ ഒരു വളരെ ചെറിയ രാജ്യമാണ്. വിസ്തീർണം കേരളത്തിന്റെ 1/3 മാത്രം, അതിൽ കുറവാണ്. ജനസംഖ്യ കേരളത്തിന്റെ 10% താഴെ. ഇവിടെ 90% ആളുകളും പ്രവാസികളാണ്. അതിൽ 20% ഇന്ത്യക്കാരിൽ പകുതി മലയാളികളുമാണ്. എല്ലാവിധത്തിലും ഗൾഫ് മേഖലയിലെ ഒരു അനിശ്ചിത ശക്തിയായി തന്നെയാണ് ഖത്തർ വളരുന്നത്. പ്രകൃതിവാതക വ്യവസായത്തിന് പുറമെ സ്പോർട്സ്, ആരോഗ്യം, വിദ്യാഭ്യാസം, ടൂറിസം, സോളാർ എനർജി എന്നീ പ്രധാന മേഖലകളിലാണ് ഖത്തർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിനു പുറമെ വിവിധ SME സംരംഭകർക്ക് ഖത്തർ മികച്ച പിന്തുണ നൽകുന്നു. ഫിഫ വേൾഡ് കപ്പിനായി തുടങ്ങിവെച്ച ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്റ്റും ഇതിനോടനുബന്ധിച്ച വികസന പ്രവർത്തനങ്ങളും സാമ്പത്തിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്നു. വൈ ഖത്തർ? 2022 ചരിത്രത്തിലാദ്യമായി ഒരു അറബ് രാഷ്ട്രം വേൾഡ് കപ്പ് നടത്തുകയാണ്. ഇത് സാധ്യമാക്കിയത് ഖത്തറാണ്. LNG എക്സ്പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന രാജ്യമാണ് ഖത്തർ. മാത്രമല്ല, ലോകത്തിലെ 3ാമത്തെ വലിയ നാച്ചുറൽ ഗ്യാസ് റിസർവ് ആണ് ഖത്തറിൻ്റെത്. 2021 കണക്കുകൾ പ്രകാരം ഏറ്റവും ഉയർന്ന പെർ ക്യാപിറ്റ GDP ഉള്ള രാജ്യം ഖത്തറാണ്, $59,000. ഈ വർഷത്തിൽ തന്നെ ഖത്തറിന്റെ GDP വളർച്ച നിരക്ക് 3%. അതും കൊറോണ കാലത്തുള്ള പെർഫോമൻസ് ആണ്. അത് ഏത് വിധേനയും അഭിമാനകരമായ നേട്ടമാണ്. ഖത്തറിന്റെ വിഷൻ 2030 വിഭാവനം ചെയ്യുന്നത് സൊസൈറ്റിയുടെ വളർച്ച നിലനിർത്തുകയും ജനങ്ങൾക്ക് ഉയർന്ന ജീവിത നിലവാരം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ്. എന്തുകൊണ്ട് ഖത്തർ എന്നുള്ളതിന് മറ്റു ചില കാരണങ്ങൾ ഇവയാണ്: കുറഞ്ഞ ഇന്ധനവില, ലാഭവിഹിതവും മൂലധനവും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ തിരികെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള കാര്യം. 2032 ഒളിമ്പിക്സിന് ഖത്തർ ഒരു ബിഡിംഗ് രാജ്യമാണെന്നുള്ളത് ഈ കൊറോണ കാലത്തും ആകാശസീമയിൽ കാണുന്ന വെള്ളി വെളിച്ചം തന്നെയാണ്. കുറഞ്ഞ ഇന്ധനവില, ഉയർന്ന ജീവിത നിലവാരം, വളരെ കുറഞ്ഞ ക്രൈം റേറ്റ്, വാറ്റിന്റെ അഭാവം എല്ലാം ഖത്തറിനെ ആകർഷകമാക്കുന്നു. ഇനി അവിടുത്തെ ചില പ്രത്യേക ഇക്കണോമിക് സോൺസിനെ പറ്റി നമുക്ക് മനസ്സിലാക്കണം. സാമ്പത്തിക മേഖലയിലെ പൂർണ്ണ വളർച്ച ലക്ഷ്യമാക്കി ഖത്തർ അധികാരികൾ വിഭാവനം ചെയ്ത പ്രത്യേക സാമ്പത്തിക മേഖലയാണിത്. ഇവിടെ 100% വിദേശ ഉടമസ്ഥാവകാശം അനുവദിക്കുന്നു. മാത്രമല്ല, മൂലധനവും ലാഭവിഹിതവും വിദേശം കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ലാഭവിഹിതത്തിന് 10% ടാക്സ് നൽകിയാൽ മതി. ഈ സാമ്പത്തിക മേഖലയിൽ അനുവദനീയമായ പ്രവർത്തനങ്ങളിൽ ഫിനാൻസ്, ബാങ്കിങ്, ഇൻഷുറൻസ് എന്നിവ പെടുന്നു. മാത്രമല്ല, മേൽപ്പറഞ്ഞ മേഖലകളെ സപ്പോർട്ട് ചെയ്യുന്ന ലോ, അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, കൺസൾട്ടൻസി എന്നീ സർവീസ് മേഖലകൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നു. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനായി രൂപീകരിക്കപ്പെട്ട മറ്റൊരു സാമ്പത്തിക മേഖലയാണിത്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നികുതി മുക്തമാണ്. മൂലധനവും ലാഭവിഹിതവും വിദേശ രാജ്യത്തിന് കൊടുത്തുകൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതാണ്. 100% വിദേശ ഉടമസ്ഥാവകാശം അനുവദിക്കുകയും വിദേശ കമ്പനി എന്ന സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്യുന്ന ഒരു എൻവയറമെന്റാണ് ഇത്. ഇത് ഖത്തർ ഫൗണ്ടേഷന്റെ അഫിലിയേറ്റ് സ്ഥാപനമാണ്. ആയതിനാൽ തന്നെ ഖത്തർ ഫൗണ്ടേഷനുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന കാർണിഗി മെലൺ, ജോർജ് ടൗൺ, വെയിൽ കോർണിൽ, ടെക്സസ് A&M, നോർത്ത് വെസ്റ്റേൺ തുടങ്ങിയ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ യൂണിവേഴ്സിറ്റികളിലെ ഫാക്കൽറ്റികളെയും വിദ്യാർത്ഥികളെയും ഉപയോഗിച്ച് ചുരുങ്ങിയ ചിലവിൽ ഇവിടെ റിസർച്ച് സാധ്യമാണ്. ഖത്തർ ഫ്രീ സോൺ അതോറിറ്റി ഖത്തറിലെ ഏറ്റവും പുതിയ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ അഡ്മിനിസ്ട്രേറ്ററാണ് ഈ അതോറിറ്റി. ഈ മേഖലയിലൂടെ ഇവിടുത്തെ സർക്കാർ ലോജിസ്റ്റിക്സ്, കെമിക്കൽസ്, എമർജിംഗ് ടെക്നോളജി സെക്ടറുകളുടെ വളർച്ച ലക്ഷ്യമിടുന്നു. ഇവിടെ 100% വിദേശ ഉടമസ്ഥാവകാശം അനുവദനീയമാണ്. കോർപ്പറേറ്റ് ടാക്സ് ഇല്ല, കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ല. മാത്രമല്ല, എംപ്ലോയി പെർമിറ്റും എംപ്ലോയി വിസാസും വളരെ വേഗത്തിൽ കിട്ടും. ഖത്തറിൽ പ്രവർത്തിക്കുന്ന വിദേശീയർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലീഗൽ സ്ട്രക്ചറാണ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി അല്ലെങ്കിൽ WLL കമ്പനി.
LLCയിൽ ചുരുങ്ങിയത് ഒന്നും മാക്സിമം 50 വരെ ഷെയർ ഹോൾഡേഴ്സ് ആകണം. ഷെയർ ഹോൾഡേഴ്സ് ഒന്നുകിൽ ഇൻഡിവിജ്വൽസ് ആകണം, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോഡീസ് ആകണം. രജിസ്റ്റേർഡ് ഓഫീസ് ഖത്തറിൽ ആവശ്യമാണ്. ഖത്തറിൽ പ്രവർത്തിക്കുന്ന മിക്ക കമ്പനികൾക്കും 51% ഷെയർ ഹോൾഡിംഗ് ഖത്തർ നാഷണലിൻ്റെ പേരിലായിരിക്കണം. എന്നാൽ 51% കൂടുതൽ വിദേശ മൂലധനം അനുവദിച്ചിട്ടുള്ള ഏതൊരു മേഖലയ്ക്കും ഇത് ബാധകമാണ്. ഇവിടെ വിദേശ കമ്പനികളുടെ ബ്രാഞ്ചായിട്ടും പ്രവർത്തനം ആരംഭിക്കാം. പക്ഷേ ഇതിന് അവിടുത്തെ സർക്കാരായോ അല്ലെങ്കിൽ പൊതുസ്ഥാപനങ്ങളായോ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വിദേശ കമ്പനിയായിരിക്കും. അങ്ങനെ തുടങ്ങുന്ന ബ്രാഞ്ചുകൾക്ക് അതേ സ്വഭാവമുള്ള കരാറുകൾ മാത്രമേ ഭാവിയിൽ ഏറ്റെടുക്കാൻ സാധിക്കൂ. 10 വർഷം പ്രവൃത്തി പരിചയമുള്ള ഓഡിറ്റിംഗ് കമ്പനികൾക്കും എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി കമ്പനികൾക്കും മറ്റു ചില കണ്ടീഷൻസിന്റെ വിധേയമായി ഇന്റർനാഷണൽ ബ്രാഞ്ച് സ്ഥാപിക്കാവുന്നതാണ്. ഇതിന് ഈ മേൽപ്പറഞ്ഞ കോൺട്രാക്ടിന്റെ ആവശ്യമില്ല. ഇതൊരു ബ്രാഞ്ച് സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ക്യാപിറ്റലിന്റെ ആവശ്യമില്ല. ജനറലി നമ്മൾ ക്വിക്കായിട്ട് ഇവിടുത്തെ ടാക്സ് എൻവയറമെന്റിനെ പറ്റി പറഞ്ഞാൽ, ഖത്തറിൽ എല്ലാ ബിസിനസ് ആക്ടിവിറ്റികൾക്കും ഇൻകം ടാക്സ് ബാധകമാണ്. എന്നാൽ താഴെ പറയുന്ന ഇൻകം സോഴ്സസ് എക്സംപ്റ്റഡ് ആണ്. ആൾക്കാർക്ക് കിട്ടുന്ന ശമ്പളം, കൂലി ടാക്സ് ചെയ്യുന്നില്ല. തദ്ദേശികളുടെ വരുമാനം ഫുള്ളായിട്ട് എക്സംപ്റ്റ് ആണ്. ഖത്തറിന്റെ പുറത്തുനിന്നുള്ള വരുമാനം എക്സംപ്റ്റ് ആണ്. അതായത് ഖത്തറിന് എക്സ്ട്രാ ടെറിട്ടോറിയൽ ടാക്സേഷൻ ഇല്ല. ഖത്തറിൽ പെർമനന്റ് സെറ്റപ്പ് ഇല്ലാത്ത സർവീസ് കമ്പനികൾ ഖത്തറിൽ നിന്ന് റവന്യൂ കിട്ടുന്നുണ്ടെങ്കിൽ വിത്ത്ഹോൾഡിംഗ് ടാക്സിന് വിധേയമാണ്. റോയൽറ്റി, ടെക്നിക്കൽ ഫീസ്, കമ്മീഷൻ എന്നിവയെല്ലാം 5% വിത്ത്ഹോൾഡിംഗ് ടാക്സിന് വിധേയമാണ്. ബിസിനസ് സ്ഥാപനങ്ങൾ സാമ്പത്തിക വർഷം അവസാനിച്ചാൽ 4 മാസത്തിനുള്ളിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇതിന് താമസം നേരിട്ടാൽ പിഴ ഒടുക്കേണ്ടതുണ്ട്. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും ബിസിനസ് ആരംഭിച്ച 60 ദിവസത്തിനുള്ളിൽ ഇൻകം ടാക്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദരീബ പോർട്ടൽ കൂടി ഡിജിറ്റലൈസ് ചെയ്തിരിക്കുന്നു. സാധാരണ അവിടേക്കുള്ള യാത്രയുടെ കാര്യത്തെ പറ്റി പറഞ്ഞാൽ, സാധാരണ എല്ലാ വിദേശികളും മുൻകറായി വിസ എടുക്കേണ്ടതുണ്ട്. എന്നാൽ UK, USA തുടങ്ങിയ വെസ്റ്റേൺ രാജ്യങ്ങളും GCC രാജ്യങ്ങളിലെ റെസിഡൻസി ഉള്ളവർക്കും ഈ വിസ ഓൺ അറൈവൽ ഫെസിലിറ്റി ലഭിക്കും. കമ്പനി സെറ്റപ്പ് ചെയ്യുന്നതിന് കൂടെ അവർക്ക് വേണ്ടതായ എംപ്ലോയ്മെന്റ് വിസകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. തുടർന്നുള്ള വിസകൾ ആവശ്യാനുസരണം അപ്ലൈ ചെയ്യാം. ഇനി എന്താണ് ചാലഞ്ചസ്? ഖത്തറിൽ മിക്ക രാജ്യങ്ങളിൽ നിലവിലുള്ള പോലെ ബിസിനസ് തുടങ്ങുവാൻ തദ്ദേശീയരുടെ പങ്കാളിത്തം ആവശ്യമാണ്. തദ്ദേശീയർ ജനസംഖ്യയിൽ കുറവായതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 90% വിദേശികളാണ്. നല്ലൊരു ഖത്തറി പാർട്ണർ തിരഞ്ഞെടുക്കുക എന്നത് പ്രധാനമാണ്. പിന്നെ അറബിക് ഭാഷ പരിചാരവും സാംസ്കാരികമായ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള അറിവും കാര്യങ്ങൾ സുഗമമാണ്. നിക്ഷേപ സംരക്ഷണത്തിന് അതാത് സ്ഥലങ്ങളിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുള്ള അറിവ് പ്രധാനമാണ്. ഇതിനായി എക്സ്പേർട്ട് ആയ കൺസൾട്ടന്റിന്റെ സഹായം എടുക്കാവുന്നതാണ്. സംരംഭകർ നേരിടുന്ന മറ്റു ചില പ്രശ്നങ്ങൾ ഇവയാണ്: വാണിജ്യ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലെ അധിക വാടക, ചെറിയ ഓഫീസ് സ്പേസുകളുടെ ലഭ്യതക്കുറവ്, വാണിജ്യ ആവശ്യങ്ങൾക്കായി വേർതിരിച്ചിരിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ. ഇതിൽ ചെറിയ ഓഫീസുകൾക്കുള്ള ലഭ്യതക്കുറവ് ഷെയർഡ് ഓഫീസുകളും സർവീസ് ഓഫീസസും വന്നതിന് ശേഷം വളരെ നല്ല സിറ്റുവേഷനുണ്ട്. പൊതുവെ ഇവിടുത്തെ നിയമവ്യവസ്ഥ ലളിതവും ഇസ്ലാമിക് മൂല്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതുമാണ്. കറണ്ട് ഓപ്പർച്യൂണിറ്റീസ്: ഇവിടെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വൻ മുന്നേറ്റങ്ങൾ നടക്കുന്ന സമയമാണ്. ഫിഫ വേൾഡ് കപ്പ് 2022 ഈ രംഗത്ത് അനന്ത സാധ്യതകൾ തുറന്നിരിക്കുന്നു. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ വിദേശീയർക്ക് 100% ഓണർഷിപ്പും മറ്റ് 12 സ്ഥലങ്ങളിൽ 99 ഇയർ ലീസും അനുവദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രോപ്പർട്ടികൾ യഥേഷ്ടം കൈമാറാനും റെന്റിന് കൊടുക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഇനിയുള്ളത് ഖത്തർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1995 സ്ഥാപിതമായ ഖത്തർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഖത്തർ എന്ന കൊച്ചു രാജ്യത്തിന്റെ അഭൂതപൂർവമായ വളർച്ച പോലെ തന്നെ സ്റ്റെല്ലാർ പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. രാജ്യത്തിന് സുസ്ഥിരമായ സാമ്പത്തിക ഭദ്രത നൽകുന്നതിൽ ഖത്തർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പങ്ക് വളരെ വലുതാണ്. ഒരു ഫ്രീലി ഫംഗ്ഷനിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതൊരു രാജ്യത്തിനെയും മൂലധന സമാധാനത്തിന് അത്യാവശ്യമാണ്. QFMA എന്ന റെഗുലേറ്ററി അതോറിറ്റി സാമ്പത്തിക സുതാര്യതയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. പാൻഡമിക് കാലത്ത് പോലും ഹൈ ഗ്രോത്ത്
കാണിക്കുന്ന ഇൻഡെക്സാണ് ഖത്തർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ. മറ്റൊരു കാര്യം, പല കമ്പനികളുടെയും പി റേഷ്യോ, പല സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബേസ്ഡ് കമ്പനീസിൻ്റെ പി റേഷ്യോയെക്കാളും വളരെ ലോ ആണ് ഖത്തറിലെ പി റേഷ്യോ. അതും വിദേശികൾക്കും ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഖത്തറിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് വളരെ സാധ്യതയുള്ള സെക്ടേഴ്സ് ഇവയാണ്. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് ആരോഗ്യം, വിദ്യാഭ്യാസം, പാക്കേജിംഗ്, വെയർ ഹൗസിംഗ് എന്നീ മേഖലയിലുള്ള കമ്പനികൾ വളരെയേറെ സാധ്യതയുള്ള സെക്ടേഴ്സാണ്. ഇതിൻ്റെ ഫലമായി വന്നിട്ടുള്ള പുതിയ 2 ഏരിയകളാണ് IT ആൻഡ് സൈബർ സെക്യൂരിറ്റി ഏരിയാസ്. മോർ ആൻഡ് മോർ കമ്പനീസ് ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ IT റിസ്ക്കും സൈബർ റിസ്ക്കും കൂടുന്നു. അപ്പോൾ ആ ഏരിയയിൽ വളരെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ എനേബിളർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ ഓട്ടോമേഷൻ, ഡെലിവറി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്. ഇതിനായിട്ടുള്ള ടെക്നിക്കൽ കോമ്പറ്റൻസിയോ ബിസിനസ് എക്സ്പീരിയൻസോ ഉള്ള കമ്പനികൾ ഈ ഓപ്പർച്യൂണിറ്റികൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നോൺ ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ അല്ലാത്ത എന്നുള്ള ഞാൻ മീൻ ചെയ്യുന്നുള്ളൂ. ഇതിലുള്ളത് പ്ലാന്റ് സെയിൽസ്, ഇൻഡോർ പ്ലാന്റ് സെയിൽസ്, പെറ്റ് സെയിൽസ്, ഇൻഡോർ ഗെയിംസ്, ഫാർമസ്യൂട്ടിക്കൽസ്. നമുക്കറിയാം കൊറോണ കാരണം ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല. അപ്പോൾ ഇൻഡോർ ഗെയിംസ്, ഇൻഡോർ പ്ലാന്റ്സ്, പെറ്റ് സെയിൽസ്, ഇതൊക്കെ വളരെ ഓപ്പർച്യൂണിറ്റികൾ ഈ സമയത്തുണ്ട്. ഇൻഷുറൻസ് പ്രോഡക്റ്റ്, ലിക്വിഡേഷൻ സർവീസസ്. ദർ ആർ മെനി കമ്പനീസ് ഗോയിങ് ഡൗൺ അണ്ടർ. അപ്പോൾ അവർക്ക് ലിക്വിഡേഷൻ സർവീസ് ആവശ്യമായി വരും. ഡെലിവറി സർവീസസ്, ഔട്ട്സോഴ്സ് സപ്പോർട്ട് സർവീസസ്. ഖത്തറിൻ്റെ വളർച്ച ഓരോ കാലഘട്ടത്തിലും കിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇവിടെ നടന്ന ഇന്റർനാഷണൽ സ്പോർട്ടിംഗ് ഇവന്റ്സ് ആയിരുന്നു എന്നൊരു വസ്തുതയാണ്. അടുത്ത കാലത്തുണ്ടായ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് കാരണം FIFA 2022 വേൾഡ് കപ്പിൻ്റെ പ്രിപ്പറേഷൻ തന്നെയാണ്. ഇതിന് നടത്തുന്നതിനായുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും സ്റ്റേഡിയം നിർമ്മാണവും ആണ് രാജ്യത്തിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റി നെടുന്തൂണായി കഴിഞ്ഞ കുറേ കാലഘട്ടമായി നിന്നിരുന്നു. GCC രാജ്യങ്ങളുടെ വിഘടനാവസ്ഥ മാറി സഹകരണത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് വന്നതും സാമ്പത്തിക സമൃദ്ധിയിലേക്ക് ആക്കം കൂടുന്നു. ഡിജിറ്റൽ ടെക്നോളജീസ്. ഖത്തർ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് ടെക്നോളജി ഡെവലപ്മെൻറ്റ്. ഈ മേഖലയിലുള്ള വളർച്ചയ്ക്ക് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി ചെയ്യുന്ന 2 ഏജൻസികളാണ് ഖത്തർ ഡെവലപ്മെൻറ്റ് ബാങ്കും ഖത്തർ ഇൻക്യുബേഷൻ സെൻ്ററും. അടുത്ത കാലത്തായി ഖത്തർ ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിൽ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടുത്തെ നിവാസികൾക്ക് ഖത്തർ ഗവൺമെൻറ് ലഭ്യമാക്കുന്ന എല്ലാ സർവീസുകളും, ഓൾമോസ്റ്റ് എല്ലാ സർവീസുകളും ഓൺലൈനായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കോവിഡ് പാൻഡമിക്കിൻ്റെ പ്രചോദിതമായി രാജ്യത്തെ കമ്പനികൾ ഓട്ടോമേഷനും ഡിജിറ്റലൈസേഷനും സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന സമയമാണിത്. അതിനാൽ തന്നെ IT മേഖലയും സൈബർ സെക്യൂരിറ്റി മേഖലയും ധാരാളം സാധ്യതകൾ തുറന്നു. With that, I end my presentation. Thank you for listening to me and wish you all the best for happy investing in Qatar. Over to you, Jamal. Thank you, കുര്യാക്കോസ്. ഒരു ചെറിയ രാജ്യമാണെങ്കിലും നിരവധി നിക്ഷേപ അവസരങ്ങളാണ് ഖത്തറിൽ ഉള്ളത്. ഖത്തറിന്റെ വാണിജ്യ രംഗത്തെ, വ്യവസായ രംഗത്തെ അവസരങ്ങളെ കുറിച്ചാണ്, ഒരു സംരംഭകന് ഏതൊക്കെ സംരംഭങ്ങളിൽ ഏർപ്പെടാം എന്നതിനെ കുറിച്ചാണ് വിശദമായി കുര്യാക്കോസ് പറഞ്ഞു വെച്ചത്. ഇനി ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് ആളുകളാണ് ഈ വെബിനാർ വീക്ഷിക്കുന്നത്. കൈരളി ന്യൂസിന്റെ ന്യൂ വിസ്താസ് എന്ന സെമിനാർ പലതുകൊണ്ടും ശ്രദ്ധേയമാകുകയാണ്. നേരത്തെ ശ്രീ ജോൺസൺ പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ട്. അദ്ദേഹം ഈ വെബിനാറിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമായി ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് നൽകുകയാണ്. ഉമ്മുൽ ഖൈൻ ഫ്രീ സോണിൽ ഒരു സംരംഭം ആരംഭിക്കുന്ന ഏതൊരാൾക്കും 3 മാസത്തെ റെന്റ് ഫ്രീ ആയി നൽകും, അധികമായി നൽകും എന്നാണ് ജോൺസൺ അറിയിച്ചിരിക്കുന്നത്. ഇത് ഈ വെബിനാറിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമുള്ള ആനുകൂല്യമാണ്. ഇതിന്റെ വിശദവിവരങ്ങൾ ചാറ്റ് ബോക്സിലും ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഇമെയിലിലേക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഏതായാലും വളരെ സന്തോഷം ജോൺസൺ ജോർജ് ഇത്തരത്തിൽ ഈ വെബിനാറുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നത്.
ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. നിരവധി ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് അബ്ദുള്ള നൂറുദ്ദീൻ, അബിൻ ജോസഫ്, നിഷാം ഖത്തറിൽ നിന്ന്, ദുബായിൽ നിന്ന് അഡ്വക്കേറ്റ് നജിമുദ്ദീൻ, അസീം ഹുസൈൻ, കിരൺ, ഹംസ സഫർ, അസീം ഹുസൈൻ തുടങ്ങി നിരവധി ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യമായി 100% ഓണർഷിപ്പോടെ UAE മെയിൻലാൻഡിൽ ഒരു സംരംഭം ആരംഭിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജെയിംസ് മാത്യു ആയിരിക്കും ഒരുപക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുക. എനിക്ക് ആൻസർ ചെയ്യാം, പക്ഷെ അതിലൂടെ നമ്മുടെ കമ്പനി ഫോർമേഷനിലെ ആള് ഷാസും കൂടെ ഉണ്ട്. ഏതായാലും 100% സർട്ടൺ ഇൻഡസ്ട്രീസിന് പറ്റില്ല. പക്ഷെ എന്നാലും ഒരുമാതിരിപ്പെട്ട ട്രേഡിംഗ് കമ്പനികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് 100% നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് അവർ ലൈസൻസ് ഇഷ്ടംമാതിരി ഇഷ്യൂ ചെയ്ത് തുടങ്ങി. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൺവേർഷൻ പല കമ്പനികളും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ന കാര്യങ്ങൾ നമ്മൾ പറയും, ഡോണ്ട് വേക്ക് ദ സ്ലീപ്പിംഗ് ടൈഗർ എന്ന് പറയും. അതായത് നമ്മുടെ 5149 അറേഞ്ച്മെന്റിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒരു 100% വേണ്ടി യാതൊരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് ഇത്രയും കാലം 20 കൊല്ലം 25 കൊല്ലം നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സിൽ അപ്പോൾ അത് 100% കൺവേർഷനോട്ട് പോകുമ്പോൾ ചില ആൾക്കാർക്ക് അത് അരോചകമായിട്ട് തോന്നും. ഒന്നത്. രണ്ട്, ചിലപ്പോൾ 5149 തന്നെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഡ്യൂട്ടി എക്സംഷനും പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ 100% പോവുകയാണെങ്കിൽ നമ്മളുടെ ആ നാഷണൽ ഇൻഡസ്ട്രിയൽ ലൈസൻസ്, അങ്ങനെ ഞാൻ മാനുഫാക്ചറിങ് എക്സ്പോർട്ട് ലൈസൻസിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അതൊക്കെ അതിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. താങ്ക് യു ജെയിംസ് മാത്യു. ഏതായാലും നേരത്തെ ഉമ്മുൽ ഫ്രീ സോണിന് പുറമെ ഇപ്പോൾ ദുബായിലെ ബിസിനസ് സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഗഫൂർ ഷാസിന്റെ സ്ഥാപനമായ ഫാസ്റ്റ് ബിസിനസ് സർവീസ് സെന്റർ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നവർക്ക് മറ്റൊരു ആനുകൂല്യം ഓഫർ കൂടി നൽകുകയാണ്. അദ്ദേഹം അത് അറിയിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും സർവീസ് ഫീയിൽ 50% ഡിസ്കൗണ്ട് നൽകും എന്നതാണ്. ഈ വെബിനാറിൽ പങ്കെടുക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് ഫീയിൽ 50% ഡിസ്കൗണ്ട് നൽകും എന്ന് ഗഫൂർ ഷാ അറിയിച്ചിട്ടുണ്ട്. വളരെ നന്ദി ഗഫൂർ ഷാ ഈ വെബിനാറുമായി ഇത്തരത്തിൽ സഹകരിക്കാൻ മുന്നോട്ട് വന്നതിൽ. പ്രധാനപ്പെട്ട ഒരു ചോദ്യം വന്നിരിക്കുന്നത്, ഉമ്മുൽ ഖൈർ ഫ്രീ സോണിൽ തുടങ്ങാൻ കഴിയുന്ന സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി പറയാൻ കഴിയുമോ? മറ്റൊന്ന്, ഈ ഉമ്മുൽ ഖൈർ ഫ്രീ സോണിൽ 100% ഓണർഷിപ്പ് ലഭിക്കുമോ എന്നതാണ്. ശ്രീ ജോൺസൺ ജോർജ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉമ്മുൽ ഖൈർ ഫ്രീ സോൺ എന്ന് പറയുന്നത് ഏതാണ്ട് 30 മില്യൺ സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു ഏരിയ ആണ്. അവിടെ ഏത് രീതിയിലുള്ള ഇൻഡസ്ട്രീസിനും ഉള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഈവൻ ചെറിയ വെയർ ഹൗസുകൾ തൊട്ട് 100,000 സ്ക്വയർ ഫീറ്റിന്റെ വെയർ ഹൗസുകൾ തൊട്ട് പല സൈസിലുള്ള വെയർ ഹൗസുകളുണ്ട്. പല സൈസിലുള്ള ലാൻഡ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഇന്ന റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഒരുമാതിരിപ്പെട്ട ക്ലീൻ ഇൻഡസ്ട്രീസ് എല്ലാം ക്ലീൻ അല്ല, എന്നാലും ഒരു അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെല്ലാം നമ്മൾ അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിനങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഓഫ് കോഴ്സ് ഫ്രീ സോൺ ആണ്. 100% ഓണർഷിപ്പ്, ഫോറിനർക്ക് 100% ഓണർഷിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ജോൺസൺ ജോർജ്, ഇതിനോടനുബന്ധമായി ഒരു ചോദ്യം അഡ്വക്കേറ്റ് നജിമുദ്ദീൻ ചോദിച്ചിരിക്കുന്നത്, ഉമ്മുൽ ഖൈർ ഫ്രീ സോണിൽ ലീഗൽ കൺസൾട്ടൻസി സ്ഥാപനം തുടങ്ങാൻ കഴിയുമോ? ഉമ്മുൽ ഖൈർ ഫ്രീ സോണിൽ ഓഫ് കോഴ്സ് ലീഗൽ കൺസൾട്ടൻസി സ്ഥാപനം തുടങ്ങാൻ സാധിക്കും. പക്ഷേ എന്നാലും ഫ്രീ സോണിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർക്ക് UAE പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ അതായത് കൺസേൺ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചെയ്തിട്ട് വേണം, നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. നമ്മൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ പ്രതിനിധി ബിനു തോമസിനോടാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. UAE ഉള്ള കമ്പനികൾക്ക്, ഇന്ത്യയിലുള്ള കമ്പനികൾക്കും ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുമോ? മാത്രവുമല്ല, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് സാധാരണയായി മാസങ്ങളെടുക്കും, പ്രത്യേകിച്ച് ഫ്രീ സോൺ കമ്പനികളാണെങ്കിൽ. എന്താണ് ഇതിന്റെ സാധ്യതകൾ? വളരെ പെട്ടെന്ന്, വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഫെഡറൽ ബാങ്കിനുള്ളത് റെപ്രസെന്റേറ്റീവ് ഓഫീസാണ്.
നമുക്ക് UAE-യിലുള്ള അക്കൗണ്ട് തുടങ്ങാനുള്ള ഫെസിലിറ്റി ഇവിടെ ഇല്ല. അത് സെൻട്രൽ ബാങ്ക് അലവ് ചെയ്യുന്നില്ല. നമ്മുടെ സംവിധാനത്തിലുള്ളത് ഇന്ത്യയിലുള്ള അക്കൗണ്ടിനും ഇന്ത്യയിലുള്ള കാര്യങ്ങൾക്കും സപ്പോർട്ട് തരാനേ തൽക്കാലം ഫെഡറൽ ബാങ്കിന്റെ റെപ്രസെന്റേറ്റീവ് ഓഫീസിന് കപ്പാസിറ്റി ഉള്ളൂ. ഇവിടെയുള്ള സംരംഭങ്ങൾക്ക് വേണമെങ്കിൽ ഫെസിലിറ്റീസ് വേണമെങ്കിൽ, ലോൺ ഫെസിലിറ്റീസ് ഒക്കെ വേണമെങ്കിൽ ഇന്ത്യയിലെ നമ്മുടെ ഗിഫ്റ്റ് സിറ്റിയിൽ നിന്ന് നമുക്ക് ലോൺ ഫെസിലിറ്റിക്കുള്ള പ്രൊവിഷൻ ഉണ്ട്. അക്കൗണ്ട് UAE-യിൽ തുടങ്ങാൻ ഇപ്പം സെൻട്രൽ ബാങ്ക് അലവ് ചെയ്യുന്നില്ല. ഫെഡറൽ ബാങ്ക്. അഹമ്മദ് കബീറിനോടാണ് ഒരു ചോദ്യം വന്നിരിക്കുന്നത്. സൗദി അറേബ്യയിലെ വിസ നിയമങ്ങളെ കുറിച്ച്, ഒപ്പം തന്നെ സൗദി അറേബ്യയിൽ ടാക്സ് ഉണ്ടോ? സൗദി അറേബ്യയിലെ വിസ നിയമങ്ങളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും മറ്റ് GCC രാജ്യങ്ങൾ, UAE-യോ ഖത്തറോ ഒക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിലെ ആൾക്കാരുടെ പ്രൊപ്പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഖത്തറിലാണെന്നുണ്ടെങ്കിൽ UAE ആണെങ്കിലും 80% വിദേശികളും ഏതാണ്ട് 20% അതിലോ താഴെയോ ലോക്കൽ ആൾക്കാരും ഉള്ള പ്രദേശമാണ്. പക്ഷെ സൗദി അറേബ്യ അങ്ങനെയല്ല. സൗദി അറേബ്യയിലാണെങ്കിൽ ഏതാണ്ട് 70% ലോക്കൽ ആൾക്കാരും ബാക്കി 30% വിദേശികളേ ഉള്ളൂ. അപ്പം ചുരുക്കി പറഞ്ഞാൽ വിസ നിയമങ്ങൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ് സൗദി അറേബ്യയിൽ. പക്ഷെ വിസ അവൈലബിൾ ആണ്. അത് നമ്മൾ പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അതേമാതിരി തന്നെ സാഗിയയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുകയാണെങ്കിലോ അല്ലെന്നെങ്കിൽ സാദിയയുടെ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുകയാണെങ്കിലോ ഡീസെന്റ് ആയിട്ടുള്ള വിസ അലോക്കേഷൻ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഒരു വലിയ പ്രശ്നമോ ഒരു ഇഷ്യൂവോ അല്ല. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള വിസകളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ മാതിരി കൂടുതലും പോപ്പുലർ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് വിസ ആണ്. ഇപ്പോഴും വിസിറ്റ് വിസ 12 മാസം വരെ അലവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ മാതിരി വളരെ ചെറിയ പീരീഡിലേക്കല്ല വിസിറ്റ് വിസ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് വിസ ഫോർമാലിറ്റീസ് കമ്പാരിറ്റീവ് ആയിട്ട് സിമ്പിൾ ആണ്. നമുക്ക് വിസ അവൈലബിൾ ആണ്. പക്ഷെ അത് നമുക്ക് പ്രോപ്പർ മാൻ പവർ പ്ലാനിങ് വേണം. എന്ന് പറഞ്ഞാൽ വിസ അലോക്കേഷൻ എത്രത്തോളം ലോക്കൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്, അത് ഏത് നേച്ചറിലുള്ള വിസ ആണ്, അത് ഏത് രാജ്യത്തു നിന്നുള്ള വിസ ആണ്, ഇതേമാതിരിയൊക്കെ എവാലുവേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ വിസ സാധാരണ സൗദി അറേബ്യയിൽ അലവ് ചെയ്യാറുള്ളൂ. പിന്നെയുള്ള ടാക്സേഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് പ്രധാനമായിട്ടും ഉള്ളത് സക്കാത്തും ഇൻകം ടാക്സും ആണ്. ഇൻകം ടാക്സ് വിദേശ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾക്ക് 20% സൗദി അറേബ്യയിലുള്ള ഇൻകം ടാക്സ്. ഇപ്പൊ ലോകത്തിലെ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ, ഇപ്പം വന്നിരിക്കുന്ന മിനിമം 15% ഇൻകം ടാക്സ് നിർബന്ധമാക്കണമെന്നുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഏതാണ്ട് 130 രാജ്യങ്ങളുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. മിക്ക രാജ്യങ്ങളും 30%, 35% കൂടുതലാണ് ഇൻകം ടാക്സ്. പക്ഷേ സൗദി അറേബ്യയിൽ 20% ഉള്ളൂ വിദേശ ഇൻവെസ്റ്റേഴ്സിന്, അതായത് പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിന്. പക്ഷെ ലോക്കൽസിന് അങ്ങനെയുള്ള ഇൻകം ടാക്സ് ഇല്ല. 2.5% വെൽത്ത് ടാക്സിന് ഇക്വലന്റ് ആയിട്ടുള്ള സക്കാത്ത് മാത്രമേ ഉള്ളൂ ടാക്സ് ആയിട്ടുള്ളൂ. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള VAT ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, ചില സാധനങ്ങൾക്ക് എക്സൈസ് ഡ്യൂട്ടിക്ക് തുല്യമായിട്ടുള്ള മാനുഫാക്ചറിങ് ടാക്സ് ഉണ്ട്. അതൊഴിച്ചാൽ വേറെ വലിയ ടാക്സേഷൻ. പക്ഷെ എല്ലാ ടാക്സുകളും സൗദി അറേബ്യയിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം പെട്രോൾ പ്രൈസ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യൻ രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ 40 രൂപയേ ഉള്ളൂ ഇത് 1 ലിറ്റർ പെട്രോളിന്റെ വില. കമ്പയർഡ് ടു ഇന്ത്യ ഇപ്പം 100 രൂപയാണ്. അപ്പം അത് തന്നെ ആ ടാക്സേഷന്റെ ഒരു വലിയ വ്യത്യാസമാണ് അവിടെ കാണിക്കുന്നത്. പൊതുവെ എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ ഐറ്റത്തിനും ഇത് ഇൻഡയറക്റ്റ് ടാക്സ് വളരെ കുറവാണ് കമ്പയർഡ് ടു മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ഇൻ ദ വേൾഡ്. യെസ് ജമാൽ. വളരെ നന്ദി അഹമ്മദ് കബീർ. ജെയിംസ് മാത്യുവിനോടാണ്, ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഒരു കമ്പനി UAE-യിൽ ഫോം ചെയ്യാൻ കഴിയുമോ? അതുപോലെ തന്നെ ഒരു പുതിയ കമ്പനിക്ക് എങ്ങനെയാണ് ബാങ്ക് ഫൈനാൻസ് ആക്സസ് ചെയ്യാൻ കഴിയുക? ഇന്ത്യയിൽ ഇരുന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോൺസൺ ഉണ്ട് കൂടെ, എന്നാലും ഞാൻ പറയാം. അതായത് നമുക്കൊരു UID എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. അതായത് നമ്മളിവിടെ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു UID നമ്പർ കിട്ടും. സാധാരണഗതിയിൽ വിസ ഓൺ അറൈവലുള്ള ആൾക്കാർക്ക് അത് കിട്ടാറില്ല.
അല്ലാത്ത ആൾക്കാർക്ക് UID നമ്പർ കൊടുക്കും. ആ UID നമ്പർ വെച്ചിട്ട് നമ്മൾ ഫ്രീ സോണുകളിലോ കാര്യങ്ങളിലോ ഒക്കെ സെറ്റപ്പ് ചെയ്യാം. ബിസിനസ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ റിമോട്ടിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഫ്രീ സോണുകളിലും പറ്റും, മെയിൻലാൻഡിലും പറ്റും. പക്ഷേ നമുക്ക് ഇമിഗ്രേഷനോ അല്ലെങ്കിൽ മെയിൻലാൻഡിലുള്ള ഇമിഗ്രേഷനിലോ അവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫയലും കാര്യങ്ങളും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസൻസ് കൂടിയേ പറ്റുള്ളൂ. ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അതിനും നമ്മുടെ പ്രസൻസ് കൂടിയേ പറ്റുള്ളൂ. പക്ഷേ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം ബാങ്ക് ആക്സസ്. ഞാനൊരു എത്തിഹാദ് ക്രെഡിറ്റ് ബ്യൂറോയെ കുറിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇതിനു മുമ്പ്. അതായത് ഒരു 3-4 വർഷം മുമ്പ് വരെ ഇതെങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാവരുടെയും ക്രെഡിറ്റ് റേറ്റിംഗും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ ഏതാണ്ട് ഒരു 48-50 ബാങ്കുകളുണ്ട് ഇവിടെ. നമുക്കൊരു 9 മില്യൺ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പം ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അത് വർക്ക് ചെയ്യുന്നതാണ്. ഒരു 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 രീതിയിൽ പറയുകയാണെങ്കിൽ കുറച്ച് ഓവർ ബാങ്കിങ് എന്ന് വേണേൽ പറയാം. പക്ഷേ അപ്പോൾ ആ ഒരു കാലഘട്ടം അതുകൊണ്ടായിരുന്നിരിക്കണം കുറച്ചൊരു ഓവർ ലെൻഡിങ് ഇവിടെ വന്നിരുന്നു. കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കുറച്ചെല്ലാവർക്കൊക്കെ അറിയാം. അപ്പോൾ അതിനുശേഷമാണ് ഇത് വളരെ സ്ട്രിക്റ്റ് ആക്കുകയും കാര്യങ്ങളൊക്കെ ആക്കിയത്. അപ്പോൾ നമുക്കങ്ങനെ ഫണ്ടിങ്ങും കാര്യങ്ങളും വളരെ ക്രെഡിറ്റ് സ്കോറൊക്കെ നോക്കിയിട്ടാണ് അവർ കൊടുക്കുക. അപ്പോൾ ടു ആൻസർ ടു യുവർ പോയിന്റ്, ഈ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാത്ത ഒരാൾക്ക് നമുക്ക് ഒരിക്കലും നമുക്ക് ഫണ്ടിങ് കിട്ടില്ല. അപ്പോൾ ഒരു പുതിയൊരു കമ്പനി വന്ന് ഇവിടെ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും കുറച്ച് സമയം എടുക്കും. പക്ഷേ ക്രെഡിറ്റ് നമ്മൾ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം 1 ഇയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് ബാങ്കുകാർ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു. താങ്ക് യു. കൈരളി ന്യൂസ് അവതരിപ്പിക്കുന്ന ന്യൂ വിസ്താസ് എന്ന ഈ വെബിനാർ വളരെ വിജയകരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നമുക്ക് ലഭിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു ബാഹുല്യം. ഇപ്പോൾ ഖത്തറിലേക്കാണ് പോകുന്നത്. ഖത്തറിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഗവൺമെന്റിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പബ്ലിക് അതോറിറ്റിയിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഫൈനാൻസ് സാമ്പത്തിക സഹായം ലഭ്യമാകുമോ എന്നതാണ് ചോദിക്കുന്നത്. ശ്രീ കുര്യൻ വി കുര്യാക്കോസ്. ബ്ലാങ്കറ്റ് ആയിട്ട് ഒരു സഹായം ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുന്നില്ല. എങ്കിലും ഓരോരോ സമയങ്ങളിൽ ചില പ്രത്യേക കാരണങ്ങളാൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് സഫർ ചെയ്യുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് മുന്നോട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ കൊറോണ കാലത്ത് ഗവൺമെന്റ് ബാങ്കായ ഖത്തർ ഡെവലപ്മെന്റ് ബാങ്ക് എല്ലാ കമേഴ്ഷ്യൽ ബാങ്ക്സിനും ഒരു ഗ്യാരണ്ടി, കോർപ്പറേറ്റ് ഗ്യാരണ്ടി ഇൻ റെസ്പെക്ട് ഓഫ് ദെയർ ക്ലയൻസ് കൊടുത്തു. അതായത് എനിക്ക് ഫണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊമേഴ്ഷ്യൽ ബാങ്കിൽ പോകുന്നതിന് മുമ്പ് ഖത്തർ ഡെവലപ്മെന്റ് ബാങ്കിനെ സമീപിക്കുന്നു. അവർ എൻ്റെ ലോൺ ആപ്ലിക്കേഷൻ പഠിക്കുന്നു. അവർ അതിന് മുകളിൽ കോർപ്പറേറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നു. അപ്പോൾ അവർ കോർപ്പറേറ്റ് ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലെൻഡിങ് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ലെൻഡിങ്ങിന് ഇൻട്രസ്റ്റിൽ കുറച്ച് കുറവ് കിട്ടുന്നു. ഇങ്ങനത്തെ സപ്പോർട്ടുകൾ ഗവൺമെന്റ് കൊടുക്കാറുണ്ട്. അല്ലാതെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ബെനിഫിഷ്യറി ആയിട്ട് കിട്ടാറില്ല. താങ്ക് യു കുര്യൻ. ഉമ്മുൽഖൈൻ ഫ്രീ സോണിന്റെ ഓഫറുകളെ കുറിച്ചും അതുപോലെ തന്നെ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ചോദ്യങ്ങളുടെ ഒരു കൂട്ടമാണ്, പെരുമഴയാണ് വരുന്നത്. ആ ഓഫർ ഒന്നുകൂടെ വ്യക്തമാക്കാൻ കഴിയുമോ ജോർജ്? ഒപ്പം തന്നെ ഉമ്മുൽഖൈൻ ഫ്രീ സോണിൽ ലൈസൻസ് ലഭിക്കുമ്പോൾ ഈ ലൈസൻസ് ഉപയോഗിച്ച് ഏതെങ്കിലും ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഉമ്മുൽഖൈൻ ഫ്രീ സോണിലെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ലഭിക്കുന്ന ആ ആനുകൂല്യത്തിൽ ഒരു ഫാമിലിക്ക് എത്ര ഫാമിലി വിസ വരെ നമുക്ക് സ്പോൺസർ ചെയ്യാൻ കഴിയും? ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫാമിലി വിസ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും സ്പോൺസർ ചെയ്യാം. അതിൻ്റെ അകത്ത് അൺമാരീഡ് ഡോട്ടേഴ്സ് ആൺകുട്ടികളാണെങ്കിൽ 18 വയസ്സിന് താഴെ ആയിരിക്കണം. പെൺകുട്ടികളാണെങ്കിൽ അപ് ടു മാരേജ്, ദർ ഇസ് നോ ഏജ് ലിമിറ്റ്. ഉള്ള എത്ര മക്കളെയും ഭാര്യയും സ്പോൺസർ ചെയ്യാം, ഫാമിലിയെ സ്പോൺസർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ചോദ്യം എന്താ? ഓഫർ എന്ന് പറയുന്നത് യു പേ ഫോർ 12 months, we provide you 15 months license. അതാണ് ഒരു വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. You take any facility and pay for 12 months and the license validity will be for 15 months. Almost 25% ഗ്രേസ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ ആദ്യത്തെ 2-3 months നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അത് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ്, ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ്. Then you can concentrate on your business.
ഓക്കെ, നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മുൽഖൈൻ ഫ്രീ സോണുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടി വന്നിരിക്കുന്നു. ഉമ്മുൽഖൈൻ ഫ്രീ സോണിൽ സംരംഭം തുടങ്ങുന്ന ആളുകൾക്ക് പാർട്ട്നേഴ്സ് അനുവദിക്കുമോ? എത്ര പാർട്ട്നേഴ്സ് വരെ അനുവദിക്കും? രണ്ട് രീതിയിലുള്ള കമ്പനികൾ ഫോം ചെയ്യാം. സോൾ എസ്റ്റാബ്ലിഷ്മെന്റ്, സിംഗിൾ ഓൺഡ് LLC ആണ് ഇത്. എസ്റ്റാബ്ലിഷ്മെന്റ് സിംഗിൾ ഓൺഡ് LLC, പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അപ് ടു 50 പാർട്ട്നേഴ്സ് വരെ ഒരു കമ്പനിക്കകത്ത് സാധിക്കും. അനുബന്ധമായി ഒരു ചോദ്യം കൂടെ, UAE-യിലെ ഉമ്മുൽഖൈൻ ഫ്രീ സോണിൽ സംരംഭം തുടങ്ങിയ ഒരാൾക്ക് UAE-യിലെ മറ്റു ഭാഗങ്ങളിൽ അല്ലെങ്കിൽ UAE-യിൽ എല്ലായിടത്തും ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ? ഫ്രീ സോണിന്റെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബിസിനസ് തുടങ്ങുമ്പോൾ അതായത് നോർമലി ഇപ്പം നമ്മൾ ഏത് എമിറേറ്റിൽ ലൈസൻസ് എടുത്താലും അതാത് എമിറേറ്റിലാണ് ഉള്ള ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസ് ആണ് അവർ കൊടുക്കുന്നത്. മറ്റുള്ള എമിറേറ്റിലേക്ക് പോകുമ്പോഴത്തേക്കിന് അതിൻ്റെതായിട്ടുള്ള ഫോർമാലിറ്റീസ് ഉണ്ട്. ഫ്രീ സോൺ ലൈസൻസുകൾ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഡു ബിസിനസ്, യു കനോട്ട് ഡു ബിസിനസ് ഡയറക്ട്ലി ടു ദ എൻഡ് കസ്റ്റമർ. ഇതാണ് നിയമം. എൻഡ് കസ്റ്റമറിന് കൊടുക്കാൻ പാടില്ല, അവരുമായിട്ട് ബിസിനസ് ചെയ്യാൻ പാടില്ല. ബട്ട് ഏജന്റ് ആയിട്ടോ ഡിസ്ട്രിബ്യൂട്ടർ വഴിയോ അല്ലെങ്കിൽ പേരന്റ് കമ്പനി ഇതുവഴി ചെയ്യാൻ പറ്റും. എൻഡ് കസ്റ്റമറിന് ബിസിനസ് എൻഡ് കസ്റ്റമറായിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഫ്രീ സോണിന്റെ റെഗുലേഷൻ. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ജെയിംസ് മാത്യുവിനോടാണ്. UAE-യിൽ ഒരു ബിസിനസ് സംരംഭം കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ തുടങ്ങാൻ എത്ര സമയം സാധാരണഗതിയിൽ എടുക്കും? ജമാൽ, അത് ഡിപ്പെൻസ് ഓൺ ലൈസൻസ് ആണ്. നമുക്കിപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയോ അല്ലെങ്കിൽ നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് ലൈസൻസോ ആണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും പുറമെ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കമ്പനികളുടെ ബ്രാഞ്ചോ അല്ലെങ്കിൽ സബ്സിഡറിയോ ആയിട്ടോ ആണെങ്കിൽ അതിനൊക്കെ സമയം എടുക്കുന്നതാണ്. കാരണം നമുക്ക് അതിൻ്റെ ലീഗൽ ഡോക്യുമെന്റ്സ് എല്ലാം കൂടുതലാണ്. ആ സമയത്ത് ഒരു ഇൻഡിവിജ്വൽ ആണ് കമ്പനി വന്ന് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡിങ് ഒരു സാധാരണ അസ്യൂമിങ് ഇറ്റ്സ് എ ട്രേഡിംഗ് ലൈസൻസ്, ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ മെയിൻലാൻഡിലൊക്കെ ഒരു 3 മുതൽ 4 ദിവസം കൊണ്ട് നമുക്ക് തീർക്കും. ഫ്രീ സോണുകളിലും ആണെങ്കിലും ചിലപ്പം വിത്തിൻ 3 hours 4 hours ഒക്കെ ലൈസൻസ് കൊടുക്കുന്ന ജോൺസൺ പറയും. അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ KYC കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്നുള്ളൂ. ഒറ്റ ജാലകം എന്ന് പറഞ്ഞാൽ ഒറ്റ ജാലകത്തിൽ കാര്യങ്ങൾ തീരും. ഒരു ചോദ്യം കൂടി, UAE-യിലെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിന്റെ ഒരു സിനാരിയെ കുറിച്ച് അല്പം പറയാമോ? UAE റിയൽ എസ്റ്റേറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാൻഡമിക് ടൈമിൽ ശരിക്കും നന്നായിട്ട് താന്നായിരുന്നു. കാരണം ഈ റെന്റ് ഒത്തിരി ഗവൺമെന്റിന്റെ സപ്പോർട്ട്, ഗവൺമെന്റിന്റെ പുഷോട് കൂടി തന്നെ പല ലാൻഡ് ലോഡ്സും റെന്റ് കുറച്ചു. അതുകൊണ്ട് തന്നെ ഈൽഡ് കുറഞ്ഞു. അതുപോലെ തന്നെ സപ്ലൈ നല്ലോണം ഉണ്ടായിരുന്നു. ആൾക്കാർ പലരും ഇവിടുന്ന് പോവുകയുണ്ടായി. അതുകൊണ്ട് തന്നെ റെന്റും ഈൽഡൊക്കെ കുറഞ്ഞപ്പോൾ റിയൽ എസ്റ്റേറ്റിന്റെ പ്രൈസ് ശരിക്കും താന്നായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഇപ്പോൾ വില്ലകൾക്കൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ 6 to 10, 30% വരെ പ്രൈസുകൾ കൂടി. കാരണം ഒരു ഷിഫ്റ്റ് ഇൻ ദ കൾച്ചർ ഉണ്ടായി. അതായത് പല ആൾക്കാരും അവരവരുടെ ഫ്ലാറ്റിലും അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നിടത്തുനിന്ന് മാറി ഒരു വില്ല ലൈഫിലോട്ട് മാറി തുടങ്ങിയത് കൊണ്ട് തന്നെ വില്ലകൾക്കൊക്കെ എപ്പോഴും ഭയങ്കര ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആൾക്കാരുടെ ഇത് വരുന്നതിനനുസരിച്ച് എനിക്ക് തോന്നുന്ന ഈ പ്രൈസുകളും കാര്യങ്ങളും കൂടും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം. അപ്പോൾ എല്ലാ റിസർച്ചും കാണിക്കുന്നത് പ്രൈസ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. വളരെ നന്ദി ജെയിംസ് മാത്യു. നേരത്തെ നമ്മൾ ഈ സെമിനാർ ഏതാണ്ട് 90 മിനിറ്റാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ചോദ്യങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നിവിടെ പരാമർശിച്ച ഏതെങ്കിലും ചോദ്യങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നേരിട്ട് ബന്ധപ്പെടാം. മാത്രവുമല്ല ഈ ചോദ്യങ്ങളൊക്കെ തന്നെയും കൃത്യമായി ആൻസർ ചെയ്യുകയും ചെയ്യും. സാമ്പത്തിക വിദഗ്ധർ അത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നൽകുകയും ചെയ്യും. ഈ സെമിനാർ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായും കൈരളി TV ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചത് 2 പതിറ്റാണ്ടിലേറെയായി ഈ മിഡിൽ ഈസ്റ്റിൽ നിറസാന്നിധ്യമാണ് കൈരളി. ഒരു ജനതയുടെ ആത്മാവിഷ്കാരം എന്നത് എല്ലാ അർത്ഥത്തിലും സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ കൈരളി TV ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അകമഴിഞ്ഞ പിന്തുണയാണ്, അകമഴിഞ്ഞ സ്നേഹമാണ് ഓരോ പ്രേക്ഷകരും നൽകുന്നത്. തങ്ങളുടെ സ്വന്തം ചാനൽ എന്ന രീതിയിലാണ് ഈ ചാനലിനെ നെഞ്ചേറ്റിക്കൊണ്ടാണ് ഓരോ ആളുകളും മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഏതായാലും ഗൾഫിൽ നിരവധിയായ നിക്ഷേപ അവസരങ്ങളുണ്ട്.
നിരവധി വാണിജ്യ സംരംഭങ്ങൾ തുടങ്ങാൻ അവസരങ്ങളുണ്ട്. ഖത്തറിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വേൾഡ് കപ്പിന്റെ വലിയ അവസരങ്ങളുണ്ട്. UAE-യിലാണെങ്കിൽ UAE എക്സ്പോയുടെ വലിയ സാധ്യതകൾ, സൗദി അറേബ്യയിൽ പുതിയ മാറ്റങ്ങൾ, നിയോ സിറ്റി പോലെയുള്ള വൻകിട പദ്ധതികൾ, ഇതൊക്കെ തന്നെ പരിചയപ്പെടുത്തുക എന്നതാണ് കൈരളി TV ഈ വെബിനാർ കൊണ്ട് ഉദ്ദേശിച്ചത്. ഞങ്ങൾ വിചാരിച്ചതിന് അപ്പുറമാണ് ഞങ്ങൾക്ക് ലഭിച്ച സഹായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇത് സസൂക്ഷ്മം വീക്ഷിച്ചു എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഈ സെമിനാറുമായി സഹകരിച്ച എല്ലാ ആളുകളോടും, വിവിധ സംഘടനകൾ, വ്യക്തികൾ, പ്രമുഖ സ്ഥാപനങ്ങൾ, ബിസിനസ് വ്യക്തിത്വങ്ങൾ എന്നിവർക്കൊക്കെ തന്നെയും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഏതായാലും ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത കൈരളി TV മാനേജിംഗ് ഡയറക്ടറും രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസിന് ഔപചാരികതയുടെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. ഈ സെമിനാറിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ശ്രീ ജെയിംസ് മാത്യു, അഹമ്മദ് കബീർ, കുര്യാക്കോസ്, ഉമ്മൽക്കോയിൽ ഫ്രീ സോണിന്റെ ജനറൽ മാനേജർ ജോൺസൺ ജോർജ് തുടങ്ങിയവരോട് നന്ദി അറിയിക്കുന്നു. ഈ വെബിനാറുമായി സഹകരിച്ച ഞങ്ങളോട് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഫെഡറൽ ബാങ്കിന്റെ ഓപ്പറേഷണൽ ഹെഡ് ബിനോ തോമസ്, ഒപ്പം തന്നെ ഫെഡറൽ ബാങ്കിന്റെ പ്രതിനിധി അരവിന്ദ് കാർത്തികേയൻ, ദുബായിലെ ഫാസ്റ്റ് ബിസിനസ് സർവീസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഗഫൂർ ഷാസ്, ഈ വെബിനാറിന് എല്ലാ സാങ്കേതിക സഹായവും നൽകുന്ന ടോംഷർ ടെക്നോളജീസിന്റെ മാത്യു തോമസ് എന്നിവരോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നിച്ച്, നേരത്തെ ഞങ്ങളുടെ MD ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ, നമ്മൾക്ക് ഒന്നിച്ച് മുന്നേറാം, കൈകോർത്ത് മുന്നേറാം. ശോഭനമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ ഗൾഫ് രാജ്യങ്ങളിലെ ഇനിയും ടാപ്പ് ചെയ്യപ്പെടാതെ കിടക്കുന്ന ബിസിനസ് അവസരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ഓരോ മലയാളി സംരംഭകനും കഴിയട്ടെ. ഓരോ മലയാളി സംരംഭകനും എന്തെങ്കിലും കാര്യമായി ഈ വെബിനാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇത്തരത്തിലുള്ള വെബിനാറുകളുമായി ഇനിയും കൈരളി TV മുന്നോട്ട് വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വെബിനാർ അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. New Vistas, Kairali News Webinar, presented by UAQ Free Zone is a great choice for startups, SMEs and large industries. Visit us now. Co-presented by Fast Business Services, your company formation experts in Dubai. Banking Partner, Federal Bank, your perfect banking partner. Technology Partner, Tomshire Technologies, leading web development and digital marketing company.